പ്രഭാത പാട്ടുകളുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ സിയോൻ ഗീതാവിൽ ഇപ്പോഴും ഉണ്ട്. പ്രഭാത കീർത്തനങ്ങൾ, അതിരാവിലെ തിരുസന്നിധി, മനമേ പക്ഷി ഗണങ്ങളോടൊന്ന്, പിന്നെ ഉഷകാലം നാം എഴുന്നേൽക്കുക, പിന്നെ നഗ്നനായി ഞാൻ വന്നു, ആ പാട്ടിൻ്റെ ആദ്യത പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനംതോറും അതിരാവിലെ. പക്ഷെ ഞാൻ ഈ അടുത്തിടയ്ക്കായിട്ടെല്ലാം നോക്കി, എന്ത് പുതിയ പാട്ടാണ് വരുന്നത്, എന്ത് പുതിയ പാട്ടാണ് വരുന്നത്. അഭിഷേകത്തോടെ തീ പോലെ ഇറങ്ങണം എന്ന് വേണ്ട പാട്ടുകളുടെ പെരുമഴയാണ്. പക്ഷേ ഈ രാവിലെ പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് അടുത്ത കാലത്ത് പുതുതായിട്ട് ഇറങ്ങിയാവും. കാരണം പാട്ടുകാരും രാവിലെ എഴുന്നേൽക്കത്തില്ല. പാട്ടുകാരെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേറ്റായിരുന്നെങ്കിൽ രാവിലത്തെ ഒരു പുതിയ പാട്ട്. ഞാനത് ഒരു തമിഴ് പറഞ്ഞപ്പോൾ ഒരു 2-3 തമിഴ് സഹോദരന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ പുതിയ പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വണക്കം അയ്യാ, കാരണം അവർ രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രാവിലെ ആരോടൊപ്പം തുടങ്ങണം? ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്, അല്ലേ? ഒരു ദിവസത്തിൻ്റെ ആരംഭം. എന്തിനാ ഈ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നേ? സന്ധ്യ രാത്രിയുടെ ആരംഭമാണ്, അല്ലേ? രാത്രിയുടെ ആരംഭമാണ് സന്ധ്യ. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. പ്രഭാതങ്ങൾ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ പട്ടത്തെ സഭകളിലൊക്കെ യാമപ്രാർത്ഥനകളുണ്ട്. യാമം നിങ്ങൾക്കറിയാമോ? ഏറ്റവും അറിയാമോ യാമം? എത്ര യാമം ഉണ്ടെന്നറിയാമോ? ഞാൻ മക്കളോടെ ചോദിച്ചേ, എത്ര യാമം ഉണ്ടെന്നറിയാമോ? 4 യാമമുണ്ട്. സമയം പറയാമോ? 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ. പ്രഭാതയാമം തുടങ്ങുന്നു 3 മുതൽ 6 വരെ, 4 യാമം. ഈ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. യാമപ്രാർത്ഥനകളുണ്ട്. എന്തിനാ യാമപ്രാർത്ഥന? അതിപ്പോഴും ഉണ്ട്. ഈ പള്ളി നോയിമ്പിൻ്റെയൊക്കെ സമയത്ത് പ്രായമുള്ള അമ്മമാരൊക്കെ യാമങ്ങളിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. എന്തിനാ യാമത്തിൽ പ്രാർത്ഥിക്കുന്നത്? അത് വലിയൊരു കാര്യമാണ്. ഒരു യാമത്തിൻ്റെ ആരംഭം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഇനിയും വളരെ ശക്തമായ വ്യക്തമായ വിടുതൽ കിട്ടുന്ന വലിയ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ് അർദ്ധരാത്രി പ്രാർത്ഥിക്കുക. എന്തിനാണ് ഈ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത്? ഒറ്റ കാര്യത്തിനാണ്. പുതിയ ദിവസത്തിൻ്റെ ആരംഭം 12 മണി, പുതിയ ദിവസം തുടങ്ങി. ആ വാതിൽ നിന്നുകൊണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് ആ പുതിയ ദിവസത്തിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് ദൈവത്തിന് കൊടുക്കുകയാണ്. അതിനാണ് ഈ അർദ്ധരാത്രി എഴുന്നേറ്റ്. സങ്കീർത്തനം 118 അങ്ങനെ നീതിയുള്ള വിധികൾ ഹേതുവായി അവിടുത്തെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേൽക്കും? അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അപ്പം ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആദി ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ആദിയിൽ ദൈവം. എല്ലാ മക്കളും ചേർന്ന് പറഞ്ഞേ, ആദിയിൽ ദൈവം. ആദിയിൽ ദൈവം എന്നൂടെ പറഞ്ഞേ, ആദിയിൽ ദൈവം. ആദി ദൈവമായിരിക്കണം. എല്ലാത്തിൻ്റെയും ആദി ദൈവമായിരിക്കണം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ജീവിതത്തിൻ്റെ ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഒരു 20 വയസ്സിൽ താഴെയുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്ക്. 20 വയസ്സിൽ താഴെയുള്ളവർ, അല്ല 25 വയസ്സിൽ താഴെയുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്ക്. ഓക്കെ, ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ഈ അടുത്തിടയ്ക്ക് കൺവെൻഷനെല്ലാം പോകുമ്പോൾ കൈപൊക്കിക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ സങ്കടം പാസ്റ്ററേ. 20 വയസ്സിൽ താഴെയുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ 3 പേര്, 4 പേര്. അതിനകത്ത് ഏറെ ഈ കാക്കിരി പൂക്കിരി കൊച്ചു പിള്ളേരാണ്. അവരൊക്കെ അമ്മയുടെ കൂടെ വന്നവരാ. ഒരു 13 മേളിലും 20 ഇടയ്ക്കുള്ളൊരു കുറവാണ്. 20-നും 30-നും പ്രായമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ കുറച്ച് 4-5 പേര് കാണും. 40-നും എല്ലാം 60 കഴിഞ്ഞൊരു കൈവെക്കാൻ പറഞ്ഞാൽ 80% പൊക്കും. ഞാൻ ഇനി അവരോട് എന്തോ പറയണ്ടേ? അവരോട് ഞാൻ എന്താ പറയണ്ടേ? മക്കളെ, ഈ ബെസ്റ്റ് ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന്. ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏതാ? ജീവിതത്തിൽ നിങ്ങൾ നമ്മുടെ മനുഷ്യായുസിനെ എത്ര വർഷമുണ്ട് ന്യായമായിട്ട്? വചനപ്രകാരം എത്ര വർഷമാണ്? 70 ഏറെയായ 80, അല്ലേ? 70 ഏറെയായ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ജീവിതത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 വർഷമാണ്, അല്ലേ? ഈ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏതാ? ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ? ഇപ്പോൾ ഞാൻ കൈപൊക്കിച്ചവിടെ പ്രായമാണ്, ആ യൗവന പ്രായമാണ്. അത് ബെസ്റ്റാണ്, ബെസ്റ്റ് ടൈമാണ്. അത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അത് ദൈവത്തിന് കൊടുത്താൽ എന്താ ഗുണമെന്നറിയാമോ? കർത്താവ് അന്ത്യത്തിലും ദൈവം കാണും. വേദോസത്തിലെ ഏറ്റവും മനോഹരമായൊരു വാക്ക്, എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്. നരയ്ക്കുവോളം ചുമക്കും. നരയ്ക്കുവോളം ചുമക്കുമെന്ന് പറഞ്ഞാൽ നരയ്ക്കുമ്പോൾ എല്ലാവർക്കും ബാധ്യതയാണ്.
അതുകൊണ്ടാണ് സംഗീതക്കാരൻ പോലും പ്രാർത്ഥിക്കുന്നുണ്ട്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തന്നെ എന്ത് ചെയ്യരുതേ, ഉപേക്ഷിക്കരുത്. അപ്പം നരയ്ക്കുമ്പോൾ എല്ലാവർക്കും പ്രയാസമാണ്. നര എല്ലാവർക്കും പാടല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പം പലരും നരയാകുമ്പോഴേ എന്തോ അടിക്കുന്നേ, ഡൈ അടിക്കുന്നേ. ഡൈ അടിച്ചിങ്ങനെ പ്രായമൊക്കെ കുറച്ച് കിടക്കുക അല്ലേ. ഡൈ അടിച്ചാലും കൊള്ളാം, ഡൈ അടിച്ചില്ലെങ്കിലും കൊള്ളാം, നരയ്ക്കും എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ ഡൈ അടി അങ്ങ് നിർത്തി. കാരണം ഒരാൾ പറഞ്ഞു ഐ ഡൈ ഡെയിലി. ഞാൻ ദിവസവും എന്തോ ഇതുകൊണ്ടിരിക്കുക, ചത്തുകൊണ്ടിരിക്കുക, എന്തിനാ ഈ ദിവസവും ചാകുന്നേ. എന്നാലും ഞാനൊരു ദിവസം ഡൈ അടിച്ചായിരുന്നു കേട്ടോ. കാരണം ഞാനൊരു ദിവസം എൻ്റെ ഇളയ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് കോള് വന്നു, ഒന്ന് പേരൻസ് ചെല്ലണമെന്ന് പറഞ്ഞു. കാരണം അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കൊച്ചി ചെറുക്കൻ, അവനിങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാക്കിയിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പം ഞാൻ സാധാരണ പോകാറില്ല, കാരണം ഞാൻ അവിടെ കാണത്തില്ല, അതുകൊണ്ടൊക്കെ വൈഫാണ് പോകുന്നത്. അതിൽ അന്ന് അവളോട് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം അച്ചാച്ചനോട് പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാനും അവളും എൻ്റെ വൈഫിനെയും കൂടെ പോയി. അവിടെ ചെന്നപ്പം ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞങ്ങളത് പഠിച്ചപ്പം അവന് പിന്നെ വീട്ടിൽ നിന്ന് വേണ്ട അറ്റൻഷൻ കിട്ടുന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം. ഞങ്ങൾ ആ കാര്യം പറഞ്ഞു. ഹീസ് നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ അറ്റൻഷൻ ഫ്രം ദ ഹോം. വീട്ടിൽ നിന്ന് ശരി അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പം പക്ഷേ ഞങ്ങൾ ആ കാര്യം ടീച്ചേഴ്സ് ബോഡി പറഞ്ഞപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു, പ്രിൻസിപ്പൾ എൻ്റെ ബന്ധുവാണ്, എൻ്റെ സഹോദരനാണ്, അദ്ദേഹം പറഞ്ഞു അതൊന്നും അവിടെ ഒന്നും നടക്കത്തില്ല, അവിടെ എപ്പോഴും ആളും പേരും ഉള്ളൊരു വീടാണ്, അവരെ കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല, അവിടെ കുറ്റമല്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഈ മാഡം പറഞ്ഞു, മാഡം ഒരു നല്ല സ്ത്രീയാണ്, മാഡം പറഞ്ഞു പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഭർത്താവ് എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളാണ് കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളത് റിഗ്രറ്റ് ചെയ്യും ഭാവി, സത്യമല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് ആ ടീച്ചർ പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യും, മാഡത്തിൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞ് ഭയങ്കര ബിസി പാസ്സാന്നൊക്കെയാണ്, അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണെങ്കിൽ മാഡത്തിൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്ന അപ്പച്ചൻ ഈ കുഞ്ഞിനെ കുറച്ചുകൂടെ ഒന്ന് അപ്പച്ചൻ, ഞാൻ നിറച്ചിരിക്കുകയല്ലേ, അപ്പച്ചൻ ശ്രദ്ധിക്കാമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി മോളെ, അപ്പച്ചൻ ഓക്കെ ആയിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. ചെറിയ ക്ലാസ്സിലൊക്കെ അപ്പച്ചന് വല്ല അപ്പോൾ എന്നെ കണ്ട മോളാന്ന് പറയും. ഞാൻ ഇപ്പം കാണിക്കാം, ഞാൻ അന്നുണ്ട് അങ്ങ് ചെയ്തു, കാരണം എനിക്കങ്ങ് സങ്കടം വന്നു, അതുകൊണ്ടങ്ങ് ചെയ്തു. പിന്നെ അതങ്ങ് നിർത്തി കേട്ടോ. എന്നാ കാര്യം ചോദിച്ചാൽ ഒരു ദിവസം ഒരാഴ്ച ചെയ്തില്ലെങ്കിൽ കുറച്ച് ചെമ്പിച്ചിരിക്കും, കുറച്ച് കറുത്തിരിക്കും, കുറച്ച് വെളുത്തിരിക്കും. ഒരു 3 നില കെട്ടിടത്തിന് 3 പെയിൻ്റ് അടിക്കുന്ന പോലല്ലേ. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. എന്നാലും ഈ വേദവസം പറയുന്നൊരു കാര്യമുണ്ട്, നരയ്ക്കോളം എന്തു ചെയ്യും, ചുമക്കും. ഈ മനുഷ്യൻ്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കും. ബെസ്റ്റ് ദൈവത്തിന് കൊടുത്താലേ ലാസ്റ്റ് ദൈവം കാണത്തുള്ളൂ. ബെസ്റ്റ് ദൈവത്തിന് കൊടുത്ത ഒരു ഗുണമുണ്ട്, ക്ഷീണിക്കുമ്പോൾ ബലഹീനപ്പെടുമ്പോൾ ഉണ്ടല്ലോ, അവൻ നമ്മളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. നരയ്ക്കുമ്പം ചുമക്കും. അതിനൊരു കാരണമുണ്ട്, ബാല് വണങ്ങും നെബോ കുനിയും എന്നാണ്. അതായത് ബാബിലോണിയ പശ്ചാത്തലങ്ങളിൽ അവരുടെ വലിയ ഘോഷയാത്രകളൊക്കെ പോകുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ എടുക്കുന്നവരുടെ പെടല് കുനിയും, കഴിക്കുമ്പം മേളിരിക്കുന്ന ബാലും നെബോയും ഒക്കെ എന്തു ചെയ്യും, കുനിയും. അത് കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ബാല് കുനിയും നെബോ വണങ്ങും. നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്കറിയാമോ നിങ്ങളെ എടുക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴാ? നരയ്ക്കുമ്പോൾ, ശരീരം ബലഹീനപ്പെടുമ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആദ്യം ദൈവത്തെ എടുക്കണം. ആദ്യം ബെസ്റ്റ് ദൈവത്തെ ചുമന്നാൽ ലാസ്റ്റ് നമ്മെ ദൈവം അങ്ങ് ചുമന്നോളും. അതുകൊണ്ടാണ് തെക്കുന്ന് വന്ന ഒരു കൊടുങ്കാറ്റായി മാറിയ ആശാരി ഉദേശി അമേരിക്കയിൽ ചെന്നപ്പം കേട്ടിട്ടുണ്ടായിരിക്കും, ഇറങ്ങിയപ്പം ബൈബിൾ എടുത്ത് എവിടെ വെച്ചു, തലയെ വെച്ചോണ്ട് ഇറങ്ങി, പറഞ്ഞു ഈ ബൈബിളാണ് എന്നെ ഇവിടം വരെ എന്ത് ചെയ്തത്, കൊണ്ടുവന്നുള്ളതിൻ്റെ സന്തോഷം. അപ്പം ബെസ്റ്റ് ആദ്യം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. എല്ലാ മക്കളും പറഞ്ഞേ ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. പറഞ്ഞേ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. ഞാൻ ഈ മനുഷ്യരുടെയൊക്കെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും മനുഷ്യരുടെ ഈ വീഴ്ചകളും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോഴാണ് മനുഷ്യായുസിൻ്റെ ക്ഷണികത അറിയുക. മനുഷ്യായുസ് വളരെ ക്ഷണികമാണ്. നമ്മൾ ഇന്ന് ഈ പറയുന്ന ആരോഗ്യവും ബലവും സൗന്ദര്യവും ഒന്നും എന്നും കാണത്തില്ല. ഈ സഭാപ്രസംഗി ജ്ഞാനിയാണ്, ജ്ഞാനത്തിന് ചെവി കൊടുക്കണം. ശലോമോൻ്റെ അടുക്കൽ ജ്ഞാനിയായ ശലോമോൻ്റെ അടുക്കൽ തെക്കൂന്നുള്ള രാജ്ഞി ശേബാരാജ്ഞി ജ്ഞാനം അന്വേഷിച്ച് വരുന്നുണ്ട്. ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ശലോമോൻ സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ജ്ഞാനം പറയുകയാണ്. ജ്ഞാനത്തോടെ അത് പറയുന്നത് എന്താ പറയുന്നത്? യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് ആരെ അറിയണം? സൃഷ്ടാവിനെ അറിയണം. മക്കളെല്ലാം പറഞ്ഞേ എപ്പോൾ അറിയണം?
യൗവനകാലത്ത് അറിയണം. എന്തുകൊണ്ടെന്നാൽ നിനക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലം വരും. യൗവനത്തിൻ്റെ ഒരു പ്രത്യേകത, യൗവനത്തിൽ എല്ലാത്തിനോടും ഇഷ്ടം തോന്നും. തോന്നത്തില്ലേ? തോന്നും. യൗവനം ഒരു പ്രത്യേക കാലഘട്ടമാണ്. ആദ്യം ഞാൻ അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ഒത്തിരി പേര് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. അത് ഞാനൊരു അച്ഛൻ പറയുന്ന കേട്ട കഥയാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് എൻ്റെ ഒരു സന്ദേശം അത് യൂട്യൂബിൽ കേട്ടിട്ടുള്ള. കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞൊരു കഥയാണ്. അച്ഛൻ പറഞ്ഞൊരു രസകരമായൊരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുഷ്യന് ഭയങ്കര ആയുസ്സായിരുന്നു. പിന്നെ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു. ആയുസ് കുറഞ്ഞപ്പോൾ ഈ മനുഷ്യരുടെയൊക്കെ ആയുസ് അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു വന്നപ്പോൾ മനുഷ്യരെ ഒത്തിരി സ്നേഹിച്ച മൃഗങ്ങൾ പോയി ദൈവസന്നിധിയിൽ താമസിച്ചിരുന്നു. മനുഷ്യന് ആയുസ് കൊടുക്കണേ. ആ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടമ്മളെ ഇല്ല. അപ്പോൾ ആയുസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തപസ്സിരുന്നു. അവൻ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാൻ നോക്കത്തരുത് പറഞ്ഞു. മൃഗങ്ങൾ വിടുവോ? ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല, അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മൃഗങ്ങളോട് പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല, പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആയുസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മൃഗങ്ങൾ പറഞ്ഞു അത് വെച്ച് നമുക്കൊന്ന് റീമോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മൃഗങ്ങൾ റെഡിയായി. അതിലാദ്യം വന്നത് ഒരു കുരങ്ങാണ്. കുരങ്ങ് എടുത്ത് കൊടുത്ത് 10 വയസ്സ് എൻ്റെ ഇന്നാ പിടിച്ചോളം പറഞ്ഞു. അതുകൊണ്ട് ഈ കുരങ്ങൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകുന്നു. ആ 10 വയസ്സാണ് ആദ്യം കൊടുത്ത മനുഷ്യൻ്റെ ആയുസ്. ആരുടെ സമയമാണ്? ആദ്യത്തെ 10 വർഷം ആരുടേതാണ്? കുരങ്ങൻ്റേതാണ്. കുരങ്ങൻ്റെ സ്വഭാവം സത്യമല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ എവിടെങ്കിലും ഇരിക്കും. ഈ മാളിലൊക്കെ പോയാൽ ഭയങ്കര രസകരമായൊരു കാഴ്ച കാണാം. ഞാൻ എത്ര വട്ടം കണ്ടുകൊണ്ടെന്ന് അറിയാമോ? ഇരിപ്പിൽ ആരെ കാണത്തില്ല, പിള്ളേരെ കാണത്തില്ല. ഇതിങ്ങൾ പോവും. അപ്പോഴത്തേനും യോ കൊച്ചേ, അപ്പോഴത്തേന് ഈ കെട്ടിയോ വന്ന് നീ എന്നെ അടി നോക്കാഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാട്ടം ചാടും. അവിടെ കിടന്നുകൊണ്ട് ഈ അടി. ഇതിനിടയ്ക്ക് ആ കൊച്ചു വന്ന് അപ്പോഴത്തേനും അവളൊരു ചാട്ടമുണ്ട്. ഞാൻ വന്നപ്പം കൊച്ചിനെയും കൊണ്ടൊന്നും അല്ല വന്നത്, ഞാൻ വന്നപ്പം കൊച്ചിനെ കൊണ്ടല്ല വന്ന്, കൊച്ചിന് നിങ്ങളുടെ കൂടെ അല്ലേ, നിങ്ങൾക്ക് നോക്കത്തില്ലായിരുന്നോ, നിങ്ങൾക്ക് ഇതിനിടയ്ക്കാണ് കൊച്ചിനെ കെട്ടാതെ പോകുന്നത്. പിന്നെ എവിടെ നിന്ന് പറയും ഒരു കൊച്ചിനെ കെട്ടിയിട്ടുണ്ടെന്ന് അനൗൺസ്മെൻറ്റ്. അപ്പം ഈ ചാട്ടം പോകുന്നത് ഏത് പ്രായത്തിലാണ്? കുരങ്ങിൻ്റെ പ്രായം 10 വയസ്സാണ്. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരാൾ വന്നു. അത് വന്നതൊരു കുതിരയാണ്. കുതിര പറഞ്ഞു ഇന്നാ പിടിച്ചോ, 20 വയസ്സ് എടുത്തോളാൻ പറഞ്ഞു. കൂട്ടുത്തങ്ങോട്ട് കുതിര. അതാണ് ഈ 10 മുതൽ 30 വരെയുള്ള പ്രായം. ആരുടേതാണ്? കുതിരയുടെ പ്രായം. ഈ കുതിരയുടെ പ്രായത്തിലാണ് ഈ ബഹളം. അയ്യോ എന്ത് പിള്ളേരെ ചത്തുപോയേ. എൻ്റെ പൊന്നു മക്കളെ, 2-3 കാര്യങ്ങൾ ഓർത്തണം. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഈ കുതിരപ്രായത്തിൽ ഇവൻ്റെ കയ്യിലോട്ടൊരു ഡ്യൂക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കിട്ടും. അമ്പോ എന്നെ പോക്കാൻ പോകുന്നേ. അവൻ പോയപ്പോൾ ആരാണ്ട് വിളിച്ച് വെച്ചു, എടാ മോനെ അമ്മയ്ക്ക് വായുഗുളിക മേടിക്കാൻ പോവാണോ? അവൻ പറഞ്ഞ അല്ല, മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോവാന്ന്. വായുഗുളിക മേടിച്ചുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കാൻ പോവാം. ആ പ്രായം, അതാണ് ആരുടെ പ്രായം. അതുകൊണ്ട് ഞാൻ 2-3 കാര്യം മക്കളോടൊക്കെ പറയുകയാണ്. എനിക്കിത് എന്നോട് കുറേ പേര് പറഞ്ഞ് പാസ്റ്റർ പോകുന്നിടത്തൊക്കെ ഇത് പറയണമെന്ന്. ഈ സ്പീഡ് 2-3 പ്രിൻസിപ്പളുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഒന്ന് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. കേട്ടിട്ടുണ്ടോ? സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഈ പല വണ്ടികളും സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ തിരിയത്തില്ല. തിരിയണമെങ്കിൽ വണ്ടി കിടത്തിയാണ് തിരിക്കേണ്ടത്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല മക്കളെ, വളവിനൊന്നും. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിങ്. നമ്മൾ ഉറപ്പല്ലെങ്കിൽ വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. ഈ ഓവർടേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നു. സാധാരണഗതി പണ്ടൊക്കെയാണ് കയറിപ്പോത്തില്ല, അവരൊന്ന് ചവിട്ടി തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയത്തില്ല, ഇപ്പം മിക്കവണ്ണം കഞ്ചാവാണ്. ഇവൻ കഞ്ചാവാണെങ്കിൽ ഇവൻ കാണുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഇവൻ്റെ ഭാവനയിൽ അവൻ കാണുന്നത് നിങ്ങളുടെ മണ്ടയിൽ കൂടെ അവൻ ഡൈവ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇവൻ കഞ്ചാവ് ഈ ഹലൂസിനേഷനാണ്. കണ്ടിട്ടില്ലേ കഞ്ചാവ് അടിച്ചിട്ടിങ്ങനെ ചിരിക്കുന്നത്? കാരണം അവരിങ്ങനെ മരത്തെ കയറി പോകുന്നതും ഫ്ലൈ ചെയ്യുന്നതൊക്കെ കാണും. അവൻ കാണുന്നു ഗിയർ ഡൗൺ ചെയ്ത് അവൻ പറക്കുന്നു, നിൻ്റെ നെഞ്ചത്തൂടായിരിക്കും. അതുകൊണ്ട് അത് ഈ പ്രായത്തിലായി സംഭവിക്കുന്നത്. എന്ത് പിള്ളേരാ പോയെ, എന്ത് മിട്ടുക്കരി പിള്ളേർ, എൻജിനീയറിങ്, MBBS എല്ലാം പോയതല്ലേ, ഇങ്ങനെ പോയേ ഈ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം സൂക്ഷിച്ചോണേ. ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞേ, ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ. ഉറപ്പല്ലെങ്കിൽ കയറരുത്. 100% എനിക്ക് കയറാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ വണ്ടി കയറ്റാവും, ഓവർടേക്ക് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം ചേർത്തോണേ, ഡ്രൈവിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്, ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. മോനെ 5 മിനിറ്റ് താമസിച്ച് എന്നാലും നീ എന്നേക്കുമായിട്ട് ചെല്ലാതിരിക്കുന്നതിനും ഭേദമാണ് ലേറ്റായ. എന്നോട് ചില കൺവെൻഷനൊക്കെ പോകുമ്പോൾ അവർ പറയും പക്ഷേ ചവിട്ടി വിട്ടോളാം. ഞാൻ പറയും ചവിട്ടി വിടണ്ട, ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ.
അല്ലേ? ഇച്ചിരി താമസിച്ച് എന്നാലും എന്നേക്കുമായിട്ട് ചെല്ലാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തോന്നുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം ഏതാ? ഈ കുതിരയുടെ പ്രായമാണ്. അതാണ് 20 മുതൽ 10 മുതൽ. അതാര് തന്നതാ? കുതിര തന്ന. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നാ പിടിച്ചോളാൻ പറഞ്ഞു 30. അത് കഴുതിയായിരുന്നു. കഴുത കൊടുത്തതാണ് 30 മുതൽ 60 വരെ. ഇവിടെ ഇരിക്കുന്ന 30-നിടയ്ക്കും 60-നിടയ്ക്കും പ്രായമുള്ളവരൊന്ന് കൈവെക്കാം. അവരെ എന്തെന്ന് വിളിക്കാം? കഴുതകൾ. സത്യമല്ലേ? ഞാനും ആ പ്രായത്തിൽപ്പെട്ട. വലിയോട് വലിയ ആരെ നോക്കാനാ? വീട്ടുകാരെ. ഇതിനിടയ്ക്ക് 3-4 പിള്ളേർ. വെളുപ്പിനെ എഴുന്നേക്കണം, സ്കൂളിൽ വിടണം. വണ്ടി വന്ന് ഓൺ അടിക്കുമ്പോഴും അവരിങ്ങനെ നിൽക്കും ചിരിച്ചാണ്ട്. കണ്ടിട്ടില്ലേ? എന്തിയേ എൻ്റെ സോക്സ്, ടൈ എന്തിയേ? ഇതെല്ലാം പറക്കി എടുത്തുകൊണ്ട് കയറ്റി വിട്ട് വരുമ്പോഴാണ് അമ്മയൊന്ന് ദീർഘശ്വാസം വിടുന്നത്. ആ പ്രായം. അപ്പോഴത്തേനൊക്കെ അമ്മച്ചി വിളിക്കുന്ന ചായ ഇപ്പം തരാം, എടുത്ത് കുടിക്കാൻ. മനസ്സിൽ പറയും. മനസ്സിൽ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിഴുങ്ങും. കൊച്ചു സാധനമൊക്കെ ആടിനെയോ കിട്ടിയാലും വിഴുങ്ങും. വിഴുങ്ങിയിട്ട് ഇതെവിടെ കയറുമെന്നറിയാമോ? ഈ വേലിനടി കയറി കിടക്കും. അതാണ് ഈ പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. അവസാനത്തെ ഒരു സ്വഭാവമുണ്ട്. വല്ലതും കഴിക്കുക, പിന്നെ കിടക്കുക. ഒരു കട്ടിൽ, ഒരു സ്റ്റൂളിൽ കുഴമ്പ്, പിന്നെ പാരാസെറ്റാമോള്, ധന്വന്തരം എല്ലാം. അവിടെ കയറിയാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മണമാണ്. ആ സംഭവമാണ്. അത് ആരുടെ പ്രായമാണ്? പെരുമ്പാമ്പ് കൊടുത്ത. അപ്പം മനുഷ്യ ആയുസ് 3 ഒരു കുസൃതിയുടെ ഒരു കുസൃതി കൊച്ചുകാലം, ഒരു കുതിപ്പിൻ്റെ ഒരു യൗവനകാലം, ഒരു കിതപ്പിൻ്റെ ഒരു 30-60, ഒടുവിൽ ഒരു കിടപ്പ്. പക്ഷേ ഈ പലരും തമ്പുരാനെ തപ്പുന്നത് എപ്പോഴാണെന്നറിയാമോ? കിടപ്പില്ല. എത്രയോ പേർ ഐസിയു മുഴുവൻ വയറാ. ഞാൻ കയറി ചെന്ന് പറയാം, പക്ഷേ പ്രാർത്ഥിക്കണേ. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് സുവിശേഷ വേല ചെയ്യണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ഇനി ഞാൻ അതുകൂടെ ചുമക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അച്ഛൻ പറഞ്ഞൊരു പ്രശസ്തമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ICU സമം ICU. എവിടെ കിടന്നുകൊണ്ടാ? ICU കിടന്നുകൊണ്ടാ? അല്ല മക്കളെ, നല്ല സമയം തമ്പുരാനം കൊടുക്കണം. ഈ നല്ല സമയം തമ്പുരാന് കൊടുത്താൽ നിൻ്റെ ശിഷ്ടായുസ് തമ്പുരാൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. കാരണം ഈ സൗന്ദര്യം എല്ലാം പോകും. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആയുസ് എന്താണെന്ന് കണ്ടോ നിങ്ങൾ വായിക്കണം. 12:3 മുതൽ ജ്ഞാനി പറയുക, ഇന്ന് അവിടം വരെ ഒന്നും പോകുന്നില്ല, അതിന് മുമ്പ് വണ്ടി കീഴേ കയറി പോവല്ലേ. 12:3 അന്ന് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. വീട്ടുകാവൽക്കാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? നമ്മൾ വീണാൽ കൈകുത്തിയ വീഴുന്നേ. അല്ലെങ്കിൽ വീട്ടുകാവൽക്കാർ കൈകളും കാലുകളും ഒക്കെയാണ്. വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. അർത്ഥം പാർക്കിൻസൺസാണ്. കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ എന്തോ വരും? പാർക്കിൻസൺ. ലോകത്തിലെ ഏറ്റവും വലിയ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഭിത്തിയിലൊക്കെ ഫോട്ടോ ഒട്ടിച്ച് വെക്കുന്ന ഒരാളുടെ ഫോട്ടോ ആയിരുന്നു അന്ന്. ഈ ഫുട്ബോളുകാരെക്കാട്ടിലൊക്കെ ആവേശം. മുഹമ്മദ് ഓർമ്മയുണ്ടോ? ബോക്സർ താരം. എന്നെ ഒതുക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മുറിയിൽ ഇങ്ങനെ വെട്ടി ഒട്ടിച്ച് ഞാൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒതുക്കുമായിരുന്നു, എന്നെ മസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒടുക്കത്തിൽ ഒളിമ്പിക്സിന് ദീപശിഖ കത്തിക്കാൻ പറഞ്ഞപ്പം ദീപശിഖ പിടിക്കാൻ പോലും കഴിയാതെ കൈ വിറയ്ക്കുക. ഇന്ത്യയുടെ ഗുസ്തി താരം ഗാമ കേട്ടിട്ടുണ്ട്, ഈച്ച ആട്ടി ഓടിക്കാൻ വയ്യാതെ ഈച്ച അടിച്ച് മരിച്ചു. എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. അന്ന് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. 2 ബലവാന്മാരെന്ത് ചെയ്യും? കുനിയും. എൻ്റെ കൂടെ ഒരു സഹോദരൻ ഇപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ രാത്രി വന്നെല്ലാം ചർച്ചിലൊക്കെ നോക്കും. ആ സഹോദരൻ ഒരു 6 മാസം മുമ്പ് എനിക്കറിയായിരുന്നു. എന്നോ ആരോഗ്യമായിരുന്നറിയാമോ? നല്ല തിരുമുകാരനാണ്. അതിനോടൊപ്പം ഏത് ലോഡ് എടുക്കും, ഒരു വണ്ടി ഓടിക്കും. ആ വണ്ടിയുടെ ഫുൾ ലോഡ് പുള്ളി നോക്കിക്കോളും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഡിസ്ക് പ്രൊലാപ്സായി. ഇപ്പം നാണ്ട് വെയിറ്റ് എടുക്കാൻ വയ്യ. ബലവാന്മാർ കുനിയും. പ്രായം കൊണ്ടല്ല, നടുവിന് പ്രശ്നം വരുമ്പം തന്നെ എന്തു ചെയ്യും? കുനിയും. അതിനിപ്പോൾ ഒരു പ്രായവും വേണ്ട. കൊച്ചു പിള്ളേർക്ക് വരെ L4 നമ്മൾ അങ്ങോട്ട് ചെല്ലും. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു ഒരു എക്സ്റേ, പിന്നെ പറഞ്ഞു ഒരു MRI സ്കാനുമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പം ഈ ഡോക്ടർ ഒരു കണ്ണാടിയിലോട്ട് ഈ ഫിലിം അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ലൈറ്റൊക്കെ ഓണാക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? എന്നിട്ട് പറയും, ഇതാണ് നിങ്ങളുടെ നട്ടല്, ഇതാണ് L4 കണ്ടോ? ഇതാണ് L5 കണ്ടു. ഇതിനാണ്ട് ഇങ്ങോട്ടിരിക്കുന്ന കണ്ടു. അത് ഓപ്പറേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാല് തളർന്നു പോകും. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലായോ?
ഏതായാലും ഒന്ന് മനസ്സിലായി, L4ഉം L5യും മനസ്സിലായി. പിന്നെ എന്തോ ചെയ്യാനാ? പിന്നെ പറഞ്ഞു പേടിയായി ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, അത് തിരുവനന്തപുരത്തിന് തേക്ക് നല്ല തിരുമുകാരുണ്ട്, ഈ നാട്ടിൽ ഒത്തിരി തിരുമുകാരുണ്ട്, അവിടെ പോയാൽ ശരിയാവും. ചില പറയും കമ്പത്ത് പോയാൽ ശരിയാവും. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ എന്തെണ്ണോ കമ്പത്ത് പോകുന്നറിയാം. ചില പറഞ്ഞു വയനാട്ടിൽ പോയാൽ ശരിയാവും, അവിടെ വേറെ ചികിത്സ, എല്ലാം ഓടുക. അവിടെ ചെല്ലുമ്പോൾ എന്തു ചെയ്യും? അവർ പറഞ്ഞു നമുക്കൊരു വലിയ പാക്കേജാണ്, 21 ദിവസത്തെയാണ്. ആദ്യം ഉഴി, പിന്നെ കിഴി, 7 ഉഴി 7 കിഴി, പിന്നെ ഏറ്റവും ഒടുവിൽ 7 പിഴി. ഉഴി, കിഴി, പിഴി. അത് ഒരു വട്ടം ചെയ്താൽ പോരാ, 6 മാസം കൂടുമ്പോൾ എന്തോ ചെയ്യണം. അതോടുകൂടി എല്ലാം പിഴിയും. ഉഴി, കിഴി, പിഴി. കണ്ടിട്ടുണ്ടോ? അതാണ് വീട്ടുകാവൽക്കാരെന്ത് ചെയ്യും? വിറയ്ക്കും. ബലവാന്മാർ കുനിയും. കണ്ടോ കണ്ടോ കണ്ടോ? ബലവാന്മാർ. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. എന്താണെന്നറിയാമോ? എന്തോ പൊഴിയും? പല്ല് പൊഴിയും. പല്ല് പൊഴിയും. പ്രത്യേകിച്ച് ഡയബറ്റിക് കൂടെ ഉണ്ടോ, എപ്പം പല്ല് പോയെന്ന് ഓർത്താൽ മതി. പണ്ട് ഉമ്മക്കിരി ഇട്ട് തേക്കുമ്പോൾ നമ്മുടെ മോണയ്ക്ക് ബലമായിരുന്നു. കാരണം നമ്മൾ തേക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ തേക്കുമ്പോൾ മോണയ്ക്ക് നല്ല ബലമാണ്. മോണയുടെ പഴുപ്പൊക്കെ ഇപ്പോൾ ഈ ബ്രഷ് ഇടുമ്പം ഒന്നാമത് തേക്കാൻ അറിയത്തില്ല, ഇങ്ങനെ അതല്ല തേക്കുന്നത്, ഇങ്ങനെയൊക്കെ തേക്കണം. പക്ഷേ മോണ കൂടെ കൂട്ടി തേക്കണം. ഇതൊന്നും അറിയാത്തതുകൊണ്ട് മോണയുടെ ബലം പോകും, കൂട്ടത്തിൽ ഡയബറ്റിക്കും വരും, അതിൻ്റെ കൂട്ടത്തിൽ ഈ പല്ല് പൊഴിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അല്ലേ? കുഴിമന്തി കഴിക്കാനൊക്കത്തില്ല, കഞ്ഞിയും പയറും ആക്കും. പല്ലില്ല. ഉണ്ടോ? ഇല്ല. അപ്പം കണ്ടോ? പിന്നെ അരയ്ക്കുന്നവർ കിടിവാതി കൂടെ നോക്കുന്നവരെന്താകും? അന്ധന്മാരാകും. അയ്യോ, നോക്കി ഇരുന്നോ മക്കളെ? എവിടാ? രാവിലെ മുതൽ വയ്യോളം നിൻ്റെ ഫോണിൽ നോക്കിയിരുന്നോ? കിളിവാതി കൂടെ നോക്കിയിരുന്നോ? കാണണ്ടാത്തതെല്ലാം കാണണ്ടാത്ത. ഞങ്ങളുടെ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്തോ ബഹളമാണെന്നറിയോ? എല്ലാവരും ഫോൺ ഓഫ് ചെയ്തു. പിന്നെ പുതപ്പ് വലിച്ചിട്ടിട്ട് ഞാൻ നോക്കിയിട്ട് നോക്കുമ്പം അതിനകത്തൂടെ ശബ്ദം കേൾക്കാം. നല്ല രസമാണ് ഇതൊക്കെ കേൾക്കാൻ. പുതപ്പിനകത്തൂടെ കിടന്നവൻ വിളിക്കുകയാണ്. എല്ലാം കാണുക. കണ്ടോടോ? നീ കണ്ടോ? കിളിവാതി കൂടെ നോക്കുന്നവരൊക്കെ എന്താകും? അന്ധന്മാരാകും. കണ്ടോ? അന്ധന്മാരാകും. അടുത്തത് എന്തടയും? തെരുവിലെ കഥകൾ അടയും. കാരണം ഈ മക്കൾ മുഴുവൻ റേഡിയേഷനാണ്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. ചിലരാണ് ഈ വള്ളിയും വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. കിടന്നുകൊണ്ട് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പാട്ടും കേട്ടോണ്ട് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അവനങ്ങ് ഉറങ്ങിപ്പോയി, അവളങ്ങ് ഉറങ്ങിപ്പോയി. എന്താ പാട്ട് കേട്ടേ? ഏതാണ്ട് ആലുവൊക്കെ. അതിനകത്ത് എന്തോ ടക്കും മട്ട് കട്ടുക്കും വെക്കും ദുക്കും. അതിനകത്ത് അർത്ഥം അറിയത്തില്ല മോനെ. കേട്ടാലെന്നറിയാം. കൊല്ലട നിന്നെ, ചാകട നിന്നെ, ഞാനും നിന്നെ കൊല്ലും, ചാകും ഇതൊക്കെയാണ് അല്ലേ? കട്ടച്ചോര കൊണ്ട് സോഡ സർബത്തുണ്ടാക്കി. അതൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുറച്ച് കഴിയുമ്പോൾ തണ്ടി ഡൈബർ അടിച്ചങ്ങ് പോകും. തെരുവിലെ എന്തടയും? കഥ കടയും. കേട്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇത് കേട്ടോ, കണ്ടോ? തെരുവിലെ എന്തടയും? കഥകളെല്ലാം അടയും. കണ്ടോ? അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പതുക്കെ കഴിക്കത്തുള്ളൂ. പല്ലില്ലല്ലോ. ഇപ്പം തന്നെ പലർക്കും അറിയാം, പെറോട്ട ബീഫ് കഴിച്ചാൽ പിന്നെ ഈ പല്ലിനിടയിൽ കയറിയിരിക്കും. കുത്താവുന്ന എല്ലാം ഇട്ട് കുത്തി അതിനിടയ്ക്കത്തെ അത് ഇളകിപ്പോവും. പല്ലിനിടയ്ക്ക് കുത്തരുതെന്നാണ് പറയുന്നത്. ചുമ്മാ ഈ കമ്പം തൊട്ട് കുത്തരുത്, സെറ്റിപ്പിനിട്ടും തൊട്ട് കുത്തരുത്. കാരണം അത് വീണ്ടും അടുത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കും. എന്നിട്ടും തെരുവിലെ കഥകളടയും. അരയ്ക്കുന്ന ശബ്ദം വന്നാകും. അടുത്ത എന്തറിയാം? പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ എന്തു ചെയ്യും? ഉണർന്നു പോകും. അത് വലിയൊരു കോൺട്രാസ്റ്റാണ്. ഉഷകാലം നാം എഴുന്നേൽക്കുക. എവിടെ? ഈ പിള്ളേരാരും ഉറങ്ങത്തില്ല. രാത്രി മുഴുവൻ ഇങ്ങനെ തെരുവിലെ ശബ്ദം കേട്ട് കിളിവാതി കൂടെ നോക്കിയിരിക്കും. എപ്പോഴാണ് എഴുന്നേക്കുന്നേ? വിളിച്ചില്ലേ എപ്പോൾ എഴുന്നേക്കും? 10 മണി. മണക്കും 10 മണിയെന്ന് പറഞ്ഞല്ലോ. സന്തോഷമുണ്ട്. കാരണം 12 എഴുന്നേക്കത്താ മിക്കതും. വിളിച്ചില്ലേ അങ്ങ് ഉറങ്ങത്തില്ലേ? എപ്പം? അയ്യോ. അപ്പോഴത്തേന് കാരണന്മാർ കൊണ്ടാക്കിടക്കും. പെങ്കൊച്ച വല്ല വീട്ടിലും പോയി നിൽക്കേണ്ടതാ. ഇതെന്താ? ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ അമ്മമാരോട് പറയും, പെങ്കൊച്ച അങ്ങ് ഉറങ്ങിക്കോട്ടെ, അമ്മമാരെ എഴുന്നേൽപ്പിച്ചാലും. കാരണം ഇതിനെ കെട്ടി ഈ ഒത്തിരി ഉറങ്ങി ആശ്വസിച്ച് ഒരൊറ്റ പെണ്ണും പിന്നെ ഉറങ്ങത്തില്ല. കാരണം ഈ തമ്പുരാൻ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുക്ക് ഒരു പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചിനെ കൊണ്ടുവന്നേ. അതങ്ങ് കരച്ചില്ല. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കത്തില്ല. അപ്പം ഞാൻ ചുമ്മാ രസത്തിന് അമ്മയോട് ചോദിച്ചു, ഇവളെങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്ന് പാഷേ, കല്യാണത്തിന് തലേദിവസം 1 മണിക്ക് എഴുന്നേറ്റ് വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അനുഭവിച്ചോ? കാരണം മേളിൽ നിന്നൊരു കൊച്ചിനെ കൊടുക്കണമായിരുന്നു. ആർക്ക് കൊടുക്കണം? ഉറങ്ങാത്തൊരു കൊച്ചിനെ. ഇരിക്കട്ടെ, ഇവൾ ഒത്തിരി ഉറങ്ങിയതല്ലേ. ഇപ്പം നീ ഉറങ്ങിക്കോ 12 മണിക്ക്. നിനക്ക് ഉറങ്ങാത്ത കൊച്ചിനെ കിട്ടിയെന്തോ ഈ
രാത്രി മുഴുവൻ ഉറങ്ങും. അപ്പം അതുകൊണ്ട് പെൺപിള്ളേർ വേണം ഇച്ചിരി ഉറങ്ങിക്കും, കാരണം പിന്നെ ഉറക്കമില്ലാത്ത ദിവസം വരാൻ പോവുക. എന്നാലും നോക്കി ഇപ്പോൾ ഒരു ഉച്ചയായി, അപ്പോൾ ആ വീട്ടിലൊരു കാർന്നവരുണ്ടെന്ന് വെച്ചോ, പുള്ളി എപ്പോൾ എഴുന്നേക്കും? പുള്ളിക്കൊരു 4 മണിയാകുമ്പോഴേ പുള്ളി എഴുന്നേക്കും. പിന്നെ അതുവഴി പോകുന്നു, ഇതുവഴി വരുന്നു, ഒരു കൊട്ട്, ഒരു തട്ട്, ഒരു ലൈറ്റ് ഇടുന്നു, ഓടുന്നു. അപ്പം മനുഷ്യൻ പറയും ഉറക്കമോ ഇല്ലേ മനുഷ്യനിട്ട്, മനുഷ്യരെ ഇട്ട് എന്ത് ചെയ്യത്തില്ല. കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാം സത്യമാണ്, ഉണ്ട്. ഉറക്കവും ഇല്ല, നമ്മളെ ഒട്ട് ഉറക്കം. അവർ പക്ഷികളുടെ ശബ്ദത്തെങ്കിലും ഉണർന്ന് പാട്ടും പാടി. പിന്നെ ഇവർക്കൊരു സ്വഭാവമുണ്ട്, ലൈറ്റ് ഇടുക, ലൈറ്റ് ഓഫ് ചെയ്യുക, കതക് തുറക്കുക, കഥ അടയ്ക്കുക. കാരണം എങ്ങനെയെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം, ഉണർത്തണം. 2-3 പേർക്ക് പ്രശ്നമാണ്. ഈ കുളിച്ചോർക്ക് കുളിച്ചില്ലവരെ കാണുന്ന പ്രശ്നമല്ലേ ഈ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രശ്നം. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ അമ്മയുമായിട്ടൊക്കെ അപ്പായും. അപ്പ കുളിച്ച് പോയെങ്കിൽ പിന്നെ അമ്മയോട് വഴക്കാണ്, കുളിക്കാതെ കൂട്ടത്തിൽ കിടത്തത്തില്ല. 2 പേരും കുളിച്ചില്ലേ ഒരു കുഴപ്പമില്ല. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഒരാൾ കുളിച്ചു പോയോ പിന്നെ ഇൻ്റർനാഷണൽ പ്രശ്നമാണ്. ശരിയായിരിക്കും അല്ലേ? കാരണം എല്ലാവരും സംബന്ധിച്ച് ഇതെല്ലാം സത്യമല്ലേ? ഇതെല്ലാം സത്യമാണ്. കുളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 2 കൂടെ അവിടെ കിടന്നോളൂ. പക്ഷേ ഇതുപോലെ തന്നെയാണ്, ഒരാൾ ഉണർന്നാൽ പിന്നെ ആരെ കാണുന്ന പാടാ, ഉറങ്ങുന്നവരെ കിടക്കുക. അപ്പോൾ ഇത് കണ്ടോ, പക്ഷികളുടെ ശബ്ദത്തെങ്കിലും എന്തു ചെയ്യും, ഉണർന്നു പോകും. കണ്ടോ മക്കളെ, പക്ഷികളുടെ ശബ്ദത്തെങ്കിലും എന്തു ചെയ്യും, ഉണർന്നു പോകും. അടുത്തത് പാട്ടുകാരത്തികളൊക്കെ എന്തു ചെയ്യും, തളരും. ഇവരെല്ലാം നല്ല പാട്ടുകളാണ്. എന്നാൽ ഈ പാട്ടുകാരെ പറ്റി പറയുന്ന, ഇവർക്ക് സങ്കടം തോന്നല്ലേ, പാട്ടുകാരെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സ്വരം നല്ലപ്പോളെ പാട്ട് നിർത്തണമെന്ന്. കേട്ടിട്ടുണ്ടോ? അതെന്തിനാണെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ ഈ സരിഗമ്മയൊക്കെ പാടുമ്പോൾ എന്തോ വരത്തില്ല, ശബ്ദം വരത്തില്ല, മുറിയും. ഇടയ്ക്ക് ഇത് ശരിക്കും പാടുന്നത് ഈ അകത്തുനിന്നാണ്, വയറ്റിൽ നിന്നാണ് പാടുക. നല്ല ക്ലാസിക്കലൊക്കെ പാടണ എവിടുന്നാണ് പാടുന്നത്? വയറ്റിൽ നിന്നാണ്. സാധകമൊക്കെ ചെയ്ത് വയറ്റിൽ നിന്ന് പാടുന്നതാണ്. അടക്കത്തൂന്ന് ശബ്ദം എടുത്ത് പാടുമ്പോൾ ശബ്ദം മുറിഞ്ഞു പോകും. ഞാൻ പണ്ട് കേട്ട ഒരു തമാശ ഉണ്ടേ, ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരാൾ ചെന്നു. അദ്ദേഹം യേശുദാസ് പാടുന്ന പോലെ പാടുകയാണ്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ അന്നത്തെ പാട്ടുകളൊക്കെ ഇടയകന്യക എന്നുള്ള പാട്ട് പാടിയാണ് തുടങ്ങുക. പുള്ളി ഒന്ന് ഇടയകന്യക പാടി, കോളേജിലെ പിള്ളേരെ അവിടെ അലച്ചു കൂവി. ഒരു വട്ടം കൂടെ പുള്ളി വീണ്ടും പാടി, പിള്ളേർ പിന്നെയും കൂവി, ഒന്നുകൂടെ പാടണം. ഒടുവിൽ പുള്ളി പറഞ്ഞു, മറ്റ് പാട്ടുകളും എൻ്റെ കയ്യിലുണ്ട്, പാടാൻ അനുവദിക്കൂ. പിള്ളേർ പറഞ്ഞു, ഇത് പാടി ശരിയാക്കിയിട്ട് ഇനി എന്ത് ചെയ്താൽ മതി, അടുത്ത പാട്ട് പാടിയാൽ മതി. പാട്ടുകാരത്തികളെല്ലാം എന്തു ചെയ്യും, തളരും. അടുത്ത കണ്ടോ, അന്ന് അവർ കയറ്റത്തെ എന്തു ചെയ്യും, പേടിക്കും. ഇച്ചിരി ഇപ്പോൾ ഓടിപ്പോകും, പക്ഷേ ഇച്ചിരൂടെ കഴിഞ്ഞാൽ, ഇപ്പോൾ അത് മിക്കവർക്കും ഉണ്ട്, ഹാർട്ടിന് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല, കയറ്റത്തെ പേടിക്കും മോളെ. കയറ്റം കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ നിന്ന് പോവും. അപ്പോൾ അവർ സ്റ്റെപ്പ് കയറുന്നത് എങ്ങനെയാണ്, നിന്നാണ് കയറുന്നത്. കയറ്റത്തെ എന്തു ചെയ്യും, പേടിക്കും. വഴിയിൽ എന്തുള്ളതായിട്ട് തോന്നും, ഭീതികൾ. നടക്കുമ്പം വീഴുമോ എന്നൊരു പേടി, കാലിന് ബലമില്ല. ഇറങ്ങുമ്പോൾ കയറ്റം കയറുമ്പോൾ ഒരു പഴത്തൊലി കിടന്നാൽ മതി, ഇച്ചിരി വെള്ളം കിടന്നാൽ മതി, തെന്നിപ്പോവും, ബലമില്ല. അടുത്ത് കണ്ടോ, ബദാം വൃക്ഷം എന്തു ചെയ്യും, പൂക്കും. എന്താ, സിമ്പിൾ, തലമുടി നരയ്ക്കും. ഞാൻ മുമ്പേ പറഞ്ഞ സംഭവമാണ്, ബദാം വൃക്ഷം പൂക്കും. കണ്ടോ, അന്ന് തുള്ളൻ എന്തു ചെയ്യും, ഇഴഞ്ഞു കിടക്കും. അതൊരു അസുഖമാണ് കേട്ടോ. അതായത് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ ഡ്രൈ ആകും. അങ്ങോട്ട് ഡ്രൈ ആകുമ്പോൾ സ്കിന്നെ കൂടെ എന്ത് ചെയ്യുന്ന പോലെ തോന്നും, എഴയുന്നത് പോലെ തോന്നും. ബദാം തുള്ളൻ ഇഴഞ്ഞു കിടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. അറിയാമോ? രോചനക്കുരു എന്ന് പറഞ്ഞാൽ അന്നത്തെ മരുന്നാണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, എവിടെ കൊണ്ടുവെക്കൂ, വീട്ടിൽ കൊണ്ടുവെക്കൂ, പക്ഷെ പുറം പൊട്ടാതെ നോക്കണേ, തിരിച്ച് മറിച്ചൊക്കെ ഇടണേ, രോചനക്കുരു ഫലിക്കാതെ വരും. കണ്ടോ, രോചനക്കുരു ഫലിക്കാതെ വരും. അടുത്ത് അങ്ങോട്ട് വെള്ളിച്ചരട് അറ്റുപോകും. എന്തായിരിക്കാം, മനുഷ്യൻ്റെ ദേഹം മുഴുവൻ ഞരമ്പ. ഒരു BP കൂടുന്നു, ടക്കോ ഞരമ്പ് പൊട്ടുന്നു. ഒരു സൈഡ് എന്ത് ചെയ്തു പോയി, തളർന്നു പോയി. വാ കൂടിപ്പോയി, സൈഡ് തളർന്നു പോയി. നോക്കൂ, വെള്ളിച്ചരട് എന്ത് ചെയ്യും, അറ്റുപോകും. അടുത്തത് പൊൻകിണ്ണം തകരും, കിഡ്നി തകരും. ഒരു കിഡ്നി പോയ 2 സാധനം അതിനകത്തൂടെ, പൊൻകിണ്ണമാണ് കിഡ്നി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് മാലിന്യ സംസ്കരണമാണ്. തിരുവനന്തപുരം വിളപ്പിശാല ഓർമ്മയില്ലേ, മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രശ്നങ്ങൾ, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ കഴിക്കുന്ന, മലയാളി കഴിക്കുന്നത് മുഴുവൻ വിഷമാണ്. എന്നിട്ട് ഇതെല്ലാം പോകുന്നത് ഏതുവഴിയാണ്, കിഡ്നിയാണ്. പൊൻകിണ്ണം തകരും. ഉറവെങ്കില ചക്ര ഉടയും. അതെന്താ, ഹാർട്ടാണ്, ചക്രമാണ്. നമ്മളെക്കാട്ടും മൂത്തത് ഹാർട്ട്. നമുക്ക് ആദ്യം ഇടിക്കാൻ തുടങ്ങിയത് ഒരു മനുഷ്യൻ്റെ എന്താ, ഹാർട്ടാണ്. ഒരു ദിവസം 1,00,000 പ്രാവശ്യം ഇടിക്കും മക്കളെ.
ആ ഹാർട്ട് നിന്ന് പോകും. പൊൻ ഉറവെങ്കിലെ ചക്കറ ഒടയും 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 ഒടയും. കണ്ടോ, പൊടി കൊണ്ടായിരുന്ന പോലെ എന്തു ചെയ്യും? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏത് മിടുക്കൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം ചിന്തിക്കത്തില്ല ആരോഗ്യമുള്ളവൻ്റെയും ഹുങ്കുള്ളവൻ്റെ. അതുകൊണ്ട് ഞാൻ പറയും, ഒരു മനുഷ്യനും നകളിക്കരുത്. ചിലൊക്കെ പറയത്തില്ലേ, നിന്നെ ഞാൻ ചാവട്ടിക്കുട്ടി ഭിത്തിയെ തേച്ച് വെക്കും. ഭിത്തിയെ തേച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഒരു ഭിത്തിയിൽ ഫോട്ടോയാക്കുമെന്ന. പറയരുത്, പറയരുത്. കാരണം ആരെപ്പോഴാണ് ഫോട്ടോയാകുന്നതെന്ന് ആർക്കറിയാം? ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാരെന്തിയേ ഒത്തിരി എണ്ണം ഫോട്ടോയായിട്ടിരിപ്പില്ലേ? പിന്നെ വർഷത്തിൽ ഒരിക്കൽ കൂട്ടുകാരിടും പ്രിയപ്പെട്ട സുഹൃത്തിന് വിരിഞ്ഞിട്ട് ഒരാണ്ട്. അത്രയേ ഉള്ളടാ മോനെ, അത്രയേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് കണ്ടെത്തേണ്ട ഒരു കാലമുണ്ട്. ഇതെല്ലാം വരുന്നതിന് മുമ്പ് അറിയണം, എനിക്കൊരു സൃഷ്ടാവുണ്ടെന്ന്, എനിക്കൊരു ദൈവമുണ്ടെന്ന്, ഇങ്ങനെയൊരു ദിവസം വരുമെന്ന്. ഈ ദിവസം വരുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൻ. അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക ഭാരം അവൻ പാദത്തിൽ. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൽ. അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക നിൻ ഭാരമവൻ. അതുകൊണ്ട് എൻ്റെ എല്ലാ പൊന്നു മക്കളോടും ആരോഗ്യമുള്ളവരുടെ എല്ലാം പറയട്ടെ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ആരോഗ്യമുള്ളവർ തൻ്റെ ആരോഗ്യത്തിൽ പുകഴുന്ന എന്തിന്? ബലവാൻ തൻ്റെ ബലത്തിൽ നിഗളിക്കുന്ന എന്തിന്? സൗന്ദര്യമുള്ളവൻ തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? ധനവാൻ തൻ്റെ ധനത്തിൽ എനിക്ക് ധനത്തോടും ധനത്തിലൊക്കെ ആശ്രയിക്കുക അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര കട്ടപ്പുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കണ്ടൊരു കാര്യം, ഒരു സ്ഥലത്തെ മുഴുവൻ ആസ്തി മിക്കവാറും പുള്ളിയുടെ കയ്യിലായിരുന്നു. പക്ഷേ എന്നോട് സങ്കടത്തോട് പറഞ്ഞ് ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ടൊരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അമ്മ എന്നെ കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ മുതലാളി കയറി വന്നു. ഭയങ്കര മുതലാളിയാണ്, ഭയങ്കര ബിസിനസ്സാണ് മക്കളെ, ഭയങ്കര ബിസിനസ്സാണ്. അങ്ങനെ വന്നപ്പോൾ കയ്യിലൊരു പെരുങ്കായ സഞ്ചിയുണ്ട്, ഒരു പഴയ തുണിസഞ്ചി. ആ തുണിസഞ്ചിയുമായിട്ടുള്ള അകത്തോട്ട് കയറിയിട്ട് പെട്ടെന്നല്ല അകത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ഈ പെരുങ്കായ സഞ്ചിക്കകത്തുനിന്ന് പൈസ കെട്ടിങ്ങോട്ട് വാരിയിട്ട് വീടിൻ്റെ ഷെയ്ഡയിലോട്ട് എറിയുക. പൈസ ഇങ്ങനെ മുങ്ങരിയെടുത്ത് എറിയുക. നമ്മൾ ആദ്യമായിട്ട് കാണുക അത്രയും പൈസ ഒന്നിച്ച്. ഞാനിങ്ങനെ നോക്കി ഇന്നപ്പം ചോദിച്ചു, എന്തിനാ ചേട്ടായി അങ്ങനെ ചെയ്തേ? ഒന്ന് പറഞ്ഞിട്ട്, കള്ളം വന്നാൽ ആരും ഷെയ്ഡേ കയറി തപ്പുമോ? അവിടെ കുറേ മനോരമ പത്രവും പഴയ പ്ലാസ്റ്റിക് ഇരിപ്പും ഒക്കെ അല്ലേ. അതിനാണ് പൈസ എവിടെ ഇട്ടത്? ഷെയ്ഡേ ഇട്ട്. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ ഒരു കുപ്പി കുറച്ച് ഇറച്ചി എല്ലാം ഉണ്ട്, കഴിക്കണം. ഞങ്ങൾ പോകുന്നുമില്ല. പുള്ളിക്ക് അങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് കസേര എടുത്തങ്ങ് തല്ലി പിടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിടാ, ഞങ്ങൾ പോകാനാണ്, നീ തല്ലി പിടിക്കണം, ഞങ്ങളങ്ങ് പോവാം. സത്യം ആൻറ്റി അങ്ങ് ഇറങ്ങിപ്പോയി, എനിക്ക് കുടിക്കണം, എനിക്ക് ഇത് സമയമായി. പുള്ളി വിറയ്ക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോന്നു. എന്നെ പൈസ ഇങ്ങനെ വാരി എറിയുക. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞ പുള്ളിയുടെ ബിസിനസ് എല്ലാം പോയി. ഒരു 10-15 വർഷം കഴിഞ്ഞ് ഈ എളിവൻ എന്നിട്ട് നമ്മൾ ശുശ്രൂഷയിലായി. ഞാൻ രാത്രി ഒരു 12 മണി ആയപ്പോൾ എൻ്റെ ഒരു ബൈക്കേ വരിക, 12-12:30 ആയി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നമുക്കറിയാലോ തട്ടുകടയുണ്ട്. തട്ടുകടയുടെ ആ ഭാഗത്ത് വരുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു. പഴയ പുലിയല്ലേ, കണ്ടിട്ടെങ്ങനെ പോകുന്നേ, പൈസ ഇങ്ങനെ വാരി എറിഞ്ഞ പുലിയല്ലേ. ഞാൻ പതുക്കെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, എന്തോ ഉണ്ടാച്ചായ? ഒന്നുമില്ല. അപ്പോഴത്തേന് ഈ ബിസിനസ്സൊക്കെ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞു, ബിസിനസ് എല്ലാം പോയല്ലോ, ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളാണല്ലോ, ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഈ പുള്ളിയോട് പറഞ്ഞു, നീ അതൊന്നും അറിയണം, ഇംഗ്ലീഷിലാണ് പറയുന്നത്. എടാ മോനെ, എനിക്കൊരു ഫോൺ മതി ബിസിനസ്. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. നീ എന്നെക്കുറിച്ച് എന്താ ഓർത്തേക്കുന്നത്? ഞാൻ ഈ ഫോണിൽ കൂടെ വിളിച്ചാണ് ഇത്ര ടൺ സാധനം അറേഞ്ച് ചെയ്ത് ഇത്ര ടൺ കണക്കിന് സാധനം എക്സ്പോർട്ട് ചെയ്തു. എനിക്കൊരു ഫോൺ കോൾ മതി, അങ്ങോട്ട് കയറ്റിവിടും ഇങ്ങോട്ട് കയറ്റിവിടാം. അതിൻ്റെ കമ്മീഷൻ that itself comes around 20 to 30 lakhs, 30 ലക്ഷം രൂപയോളം വരും. ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ 2 ആഴ്ചക്കകത്ത് വരും. then things will be solved. 3 കോടി രൂപയുടെ സാധനം കയറ്റിവിട്ടു, 30 ലക്ഷം രൂപയുടെ കമ്മീഷൻ വരുന്നു. തീർന്നില്ലേ? ഞാനിതെല്ലാം കേട്ട് നിന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു 50 രൂപ തരാം, 2 ദോശ കഴിക്കണം. 50 രൂപ ദോശ. എന്നാൽ പിന്നെ കോടിയുടെ കണക്ക് എന്നോട് കുറേ ഇരിക്കണം. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ
2 വട്ടം ആശുപത്രി കയറിയാൽ മതി. 25 വർഷം എൻ്റെ പെങ്ങൾ കിഡ്നി പേഷ്യൻ്റായിരുന്നു. 10 വർഷം ഡയാലിസിസ് ആയിരുന്നു. 3 മണിക്ക് അവൾ ഡയാലിസിസിന് പോകുന്നേ. രാത്രി എന്നെ വിളിക്കുക, എടാ പൈസ ഇല്ലായിരുന്നു, 3 മണിക്ക് പോകണം. ഞാൻ ഇവിടുന്നൊക്കെ പ്രസംഗിച്ചിട്ട് ചെല്ലുമ്പം കിട്ടുന്നത് കൊണ്ട് കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ 1 മണിയാകുമ്പോഴായിരിക്കും ഞാൻ ചെല്ലുന്നത്. അന്നേരം ഉണർത്തിയാൽ പിന്നെ അവൾക്ക് ഉണങ്ങത്തില്ല. ഞാൻ കിടക്കും അവിടെ ഗേറ്റിൻ്റെ വാതിക്കൽ. 3 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നക്കാപ്പിച്ച കൊടുക്കുക. കാരണം ഡയാലിസിസ് ചെയ്യണം. അടുപ്പിച്ചിട്ട് ചെയ്താൽ ആര് തരും? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പകരുന്ന എന്തിന്? ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കുന്ന എന്തിന്? യൗവനക്കാര, കർത്താവിനെ അറിഞ്ഞോണം, കർത്താവിനെ അറിയണം. പക്ഷേ ഒന്നെനിക്കറിയാം, ആദി ദൈവത്തിന് കൊടുത്താൽ നിന്നെ വലങ്കരം പിടിച്ച് നടത്തും, വലങ്കരം പിടിച്ച് നടത്തും, വലങ്കരം പിടിച്ച് നടത്തും. ഇടയ്ക്ക് ഇട്ടേച്ച് പോകത്തില്ല. പാർട്ടിക്കാരിടയ്ക്ക് പോകും. യൂത്തിൻ്റെ പുറകെ നല്ല ഇതൊക്കെ നടന്നു. നല്ല പ്രശ്നം വന്നാൽ അവർ പറയും ഞങ്ങൾ അവനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിൽ അവരുടെ പ്രശ്നം തീരും. പക്ഷേ ഒരു പത്രസമ്മേളനം കൊണ്ട് നിന്നെ ഒഴിവാക്കാത്ത ഒരാളുണ്ട്. കർത്താവിന് വേണ്ടി പരസ്യമായിട്ട് നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ ഒരു കാലത്തും അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. തമ്പുരാൻ പറയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ 2025 ആദ്യ ദിവസങ്ങളിൽ എത്ര പേർ ദൈവത്തോട് പറയും എൻ്റെ ആദി ഞാൻ ദൈവത്തിന് കൊടുക്കും? ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ആ ബെസ്റ്റ് ആർക്കും കൊണ്ട് കൊടുക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ. ഈ ബെസ്റ്റ് നല്ല പ്രായം കണ്ട പ്രേമത്തിൻ്റെ പുറകെ പോകരുത്. ചുമ്മാ ഇവളുമാരൂടെ കറങ്ങി നടക്കല്ല. അവളുമാർക്ക് വേറെ ചെറുക്കനുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഒരു പെണ്ണിന് 2-3 ചെറുക്കന്മാരെ ഇങ്ങനെ ഒപ്പിക്കുക. എല്ലാവരുടെയും നിന്ന് ഐസ്ക്രീം മേടിക്കും, എല്ലാവരുടെ നിന്നും ചുരിദാർ മേടിക്കുക, എല്ലാവരുടെ നിന്നും പൈസ മേടിക്കുക. അവസാനം 1-ാം തരമായിട്ട് തേച്ചിട്ടും പോവും. തേപ്പ് കെട്ടിയ പിള്ളേർ, പണ്ട് ആ പെൺപിള്ളേർക്കായിരുന്നു തേപ്പ് കിട്ടുന്നത്. ഇപ്പം പോയി. ഞാനൊരു പെൺകൊച്ചിനോട് പറഞ്ഞു, മുളയെ സൂക്ഷിക്കണേടി, മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ള വേണം കൊച്ചെ. ഇവളെന്നോട് എടുത്തുമായി പറയുക, മുള്ളു സൂക്ഷിച്ചോണം മൊന പോകാതെ, ഇത് ന്യൂജൻ ഇലയാ, നീ നടന്നോടാ എൻ്റെ പൊന്നെ. എന്നാൽ നീ തമ്പുരാനുമായിട്ടൊരു പ്രണയമായ ഉണ്ടല്ലോ, ആ പ്രേമം നിന്നെ നിത്യതയെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രേമവും ദൈവവുമായിട്ടൊരു പ്രേമം ഉണ്ടായ എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? ഈ നമ്മൾ ഈ ചങ്ക് ബ്രോ എന്നൊക്കെ പറയത്തില്ലേ, അവനെൻ്റെ ബെസ്റ്റിയാണ്, ചങ്ക് ആണെന്നൊക്കെ പറയത്തില്ലേ? ചുമ്മാതാ. ഈ ചങ്കെല്ലാം ചതിക്കും. പക്ഷെ ചതിക്കാത്തൊരു ചങ്കിനിക്കറിയാം ചങ്ക് തന്ന് സ്നേഹിച്ചു. ചങ്ക് തന്ന് സ്നേഹിച്ച ഒരു കർത്താവിനോട് പറയാമോ കുറച്ചുകൂടെ യേശുവിനോട് ചേർന്ന് നടക്കാൻ, കുറച്ചുകൂടെ യേശുവിനോട് ചേർന്ന് നടക്കാൻ, പ്രേമത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിക്കേ. ഭയങ്കര രസമാണ്. എനിക്കതിൻ്റെ ബ്യൂട്ടി അറിയാം. ഒരിക്കൽ എനിക്കിത് അറിവായിരുന്നു, പക്ഷേ ഇന്നെനിക്കത് അറിവല്ല, എനിക്കത് ഭയങ്കര പ്രേമമാണ്. ഞാൻ എന്നും കർത്താവിൻ്റെ വർത്താനം പറയും. എന്ത് രസമാണെന്നറിയാം. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി യേശുവുമായിട്ട് ഈ യൗവനത്തിൽ ഒരു പ്രേമത്തിൽ വരണം. പ്രേമമൊന്നും തോന്നത്തില്ലെന്നോ, ബന്ധങ്ങളുണ്ടാകത്തില്ലെന്നോ, ഇൻഫാച്വേഷൻസ് ഉണ്ടാകത്തില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുക. പക്ഷേ ഈ ബെസ്റ്റ് ടൈമിൽ തമ്പുരാനുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടായ അത് നിനക്ക് അപമാനമല്ല, അഭിമാനമായി മാറിയ ഏത് സമയത്തും കർത്താവ് നിൻ്റെ കൂടെ കാണും. പണമുള്ളപ്പോഴും പണമില്ലാത്തപ്പോഴും, തോക്കുമ്പോഴും ജയിക്കുമ്പോഴും, പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും അവൻ നിന്നെ ഇങ്ങനെ കുള്ളം കരത്തി കൊണ്ട് നടക്കും. അപ്പോൾ കർത്താവോട് പറയും, അങ്ങയുമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബെസ്റ്റ് ദൈവത്തിന് തരാൻ ഇഷ്ടമുണ്ടെന്ന്. അത് ആഗ്രഹിക്കുന്നവരെല്ലാം കരം ഉയർത്തി പ്രാർത്ഥിച്ച് ഗീവ് ദ ബെസ്റ്റ് ദ ലോർഡ്. അതെങ്ങനെ കൊടുക്കണം? കർത്താവിന് ഇങ്ങ് ഹൃദയം കൊടുക്കണം. ഹൃദയത്തിൽ കർത്താവ് ഇങ്ങനെ വാഴണം. കർത്താവ് ഇങ്ങനെ ഹൃദയത്തിൽ വാഴണം. ഞാനതിന് സാധാരണ പറയുന്നൊരു കഥയുണ്ട്, ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ കഥ കേട്ടിട്ടുള്ള കഥയാണോ എന്ന് എനിക്കറിയില്ല. ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയാണ്. അത് ഞാൻ ഒത്തിരിയോ എടുത്ത് പറഞ്ഞു. എനിക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രിസ്മസിൻ്റെ കരോൾ സർവീസ് ആയപ്പോൾ വിദേശത്തൊരു രാജ്യത്ത് ഒരു പള്ളിയും പള്ളിക്കൂടവും സ്കൂളും, ആ സ്കൂളിലെ പിള്ളേർക്ക് എല്ലാ ക്ലാസ്സുകാരോടും പറഞ്ഞ് പള്ളി ഓരോ കരോൾ സർവീസിന് ഓരോ പ്രോഗ്രാം നടത്തണം. അതിന് 8ാം ക്ലാസ്സുകാരോട് പറഞ്ഞത് നാടകം നടത്തണമെന്നാണ്.
8ാം ക്ലാസ്സുകാരൻ നാടകം നടത്താൻ വേണ്ടി അവർ കൊടുത്തത് യേശുവിൻ്റെ ജനനം നാടകമാക്കണം ഏറ്റവും. പക്ഷെ നാടകമാക്കിയപ്പോൾ ഒരു പ്രശ്നം, അവരതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, നാടകം എഴുതി, എല്ലാം എഴുതി. പക്ഷെ പ്രശ്നം ആ ക്ലാസ്സിലെ ഒരു നമ്മൾ പറയുന്ന സ്ലോ ആയിട്ടുള്ളൊരു കുഞ്ഞുണ്ട്. അവന് പറയാനൊക്കെ പാടാം. അവനെ എങ്ങനെ ചേർക്കും, അവനെ എങ്ങനെ ഒഴിവാക്കും? അപ്പോൾ അവനെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പം ചിലർ പറഞ്ഞു, ഒരു വയ്യാത്ത കുഞ്ഞിനെ ഒഴിവാക്കിയ ഉണ്ണിയേശു സഹിക്കുമോ? ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുമോ യേശു? ഇല്ല. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ചേർക്കാം. ഒടുവിൽ ഒരു തീരുമാനത്തിൽ അവരെത്തി, സത്രയുടമയാക്കാം. അതായത് മറിയത്തെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ജോസഫ് സത്രത്തിൽ വരുന്നില്ലേ, എന്നിട്ട് വന്ന് ചോദിക്കും, ഒരു സ്ഥലം തരാമോ? അപ്പോൾ ഉടയവനായിട്ടാണ് ഇവൻ്റെ പേര്, പറയണം എന്തോ ഇല്ല, സ്ഥലമില്ലെന്ന് പറയണം. നാടകം തുടങ്ങി. ജോസഫ് മറിയത്തെ താങ്ങിക്കൊണ്ട് വന്ന് പൂർണ്ണ ഗർഭിണിയാണ്, വന്ന് വാതുക്കം മുട്ടി. വാലസെന്ന അവൻ്റെ പേര്, പാവമാണ്. അവൻ കഥ തുറന്നു. അവന് ജോസഫിനെ മറിയാൻ കണ്ടപ്പോൾ അങ്ങ് സങ്കടം വന്നു. പാവം, അവൻ പാവമാണ്. പക്ഷേ പറയണം. അവനെല്ലാം അങ്ങ് മറന്നു നോക്കിയപ്പോൾ ഇവർ ചോദിച്ച സ്ഥലം തരാമോ? ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ടീച്ചർമാരെല്ലാം കൂടെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, പറ. ഒടുവിൽ അവൻ പറഞ്ഞു, നോ പ്ലേസ്. ഉടനെ എന്തോ അടയ്ക്കണം, തണുപ്പ് രാജ്യമാണ്, എന്തോ അടയ്ക്കണം, കഥ അടയ്ക്കണം. പക്ഷേ ഇവൻ കഥ അടച്ചില്ല. ജോസഫ് മറിയവുമായിട്ട് തിരിച്ചു പോയി. ഇവനിങ്ങനെ നോക്കി നിൽക്കുക. ഒടുവിൽ ഈ പാവം വിളിച്ച് പറഞ്ഞ് കൈ കൊട്ടി. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു, ബാ എൻ്റെ കട്ടിലങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്. ഇനി എങ്ങനെ നാടകം മുമ്പോട്ട് കൊണ്ടു? ഇനി കിടക്കുന്ന വിദ്വാന്മാർ വരും, പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെക്കണം, ഇടയന്മാർ വരണം, ദൂതന്മാർ, എന്തെല്ലാം പരിപാടിയാണ്, എല്ലാം തീർന്നു. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഹൃദയം തരാം. ഇത് സത്യത്തിൽ വലിയ ബുദ്ധിമാന്മാരൊന്നും പറയത്തില്ല. പക്ഷേ കുറച്ച് ജ്ഞാനികൾ മറച്ചു വെച്ചാലും കുറച്ച് ബോഷര് തോന്നുന്നവർ പറയും, ബാ ഇവിടെ നിനക്ക് സ്ഥലമുണ്ട്, എൻ്റെ ഹൃദയം നിനക്ക് തന്നേക്കാം. കുഞ്ഞുങ്ങളെ അങ്ങനെ പറയാമെങ്കിൽ അവിടെ കർത്താവ് വിശുദ്ധീകരിക്കപ്പെടും. ആ വിശുദ്ധീകരിക്കപ്പെട്ടാൽ നീയും ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ഇന്ന് രാത്രി എൻ്റെ ബന്ധം 2025 ഇങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. എപ്പോഴാണ് ബെസ്റ്റ്? രാവിലെ എഴുന്നേറ്റ യേശു, ഫോൺ എടുക്കുന്നതിന് മുമ്പ് യേശു, വൈകിട്ട് പാട്ടും കേട്ട് ഉറങ്ങല്ലേ മക്കളെ, അതിന് മുമ്പ് യേശുവിനോട് സംസാരിക്കാം, യേശുവിൻ്റെ ശബ്ദം കേൾക്കാം, കർത്താവിനോട് സംസാരിക്കാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ്. കുറച്ചുകൂടെ ഒരു നല്ല അടുത്ത ബന്ധം യേശുവുമായിട്ട്, കർത്താവുമായിട്ട് എനിക്ക് ഉണ്ടാകണം. ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ കർത്താവിനോടൊപ്പം ഇങ്ങനെ നടക്കും. എൻ്റെ ദിവസത്തിൻ്റെ ആദി ദൈവത്തിന് കൊടുക്കും, എൻ്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾ ഒന്ന് കണ്ണടച്ചേ, യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കുക. എന്ത് രസകരമാണെന്നറിയാമോ? ഞാനത് വെറുതെ പറയല്ല, അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഒരു ആനന്ദമുണ്ട്. ഈ ലോകം തരുന്ന സുഖമാണ് മക്കളെ. ഇപ്പം ലഹരിയുടെ പുറകെ മനുഷ്യൻ പോകുന്നത്. പിള്ളേരുടെ എല്ലാം കയ്യിൽ, എനിക്ക് സങ്കടം കൊണ്ട് പറയാം, ഞാൻ ഈ രാത്രിയിലൊക്കെ പോകുമ്പോൾ അടുത്തിടയ്ക്ക് പലവട്ടം കണ്ടു, പെട്ടെന്ന് ഈ വെട്ടത്ത് കാണാം, ഇങ്ങനെ വരുന്നു, കയ്യിലൊരു സാധനം കൊടുക്കുന്നു, ഒരു പൊതിക്കെട്ട്. എന്താ ഇങ്ങനെ പെട്ടെന്ന് സാധനം, എത്ര വട്ടം ഞാൻ കണ്ടു ഈ വെട്ടത്ത്, പെട്ടെന്ന് ഈ വളവിനൊക്കെ നിൽക്കുമ്പോൾ പൊതി മേടിച്ചുകൊണ്ട് പോവുക. ഇതെന്തിനാണെന്നറിയാമോ? ഇതിന് സുഖം കിട്ടും. ചില സാധനമൊക്കെ അടിച്ചാൽ 3 ദിവസം ഇങ്ങനെ കിളി പോലെ ഇരിക്കുമെന്നാണ് പറയും. കിളി പോയി ഇങ്ങനെ ഇരിക്കും. ഞാൻ രസകരമായൊരു സംഭവം കേട്ടു. റാന്നി കോളേജ്, ഞങ്ങൾ പഠിച്ച കോളേജിൻ്റെ തോട്ടത്തിൽ ഒരു പയ്യനൊരു സാധനം എടുത്തുകൊണ്ട്, അവൻ വലിയ വീട്ടിലൊരു കൊച്ചനാ, അവനൊരു പോച്ച പറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ സാധനം വലിച്ചു. വലിയ വീട്ടിലൊരു കൊച്ചനാ, ഏതായാലും 1.5 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ച അവൻ പറിച്ചു. അവൻ ഈ സാധനം വലിച്ചുകൊണ്ടായിപ്പോൾ
മൊത്തം പോച്ച വലിച്ചു. ജീവിതത്തിൽ അവൻ പോച്ച പറിക്കാത്തവല്ല. കാരണം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്യാനുള്ള എന്തോ കിട്ടി, ഒരു ടെമ്പററി ശക്തി കിട്ടി, ഒരു ശക്തി കിട്ടും. അത് നമ്മുടെ ഈ ഡോപ്പാമൈൻ, ഈ അഡ്രിനാലിൻ ഗ്രന്ഥിയൊക്കെ ഉണർത്തും ഇത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തളർന്ന് കിടക്കും. ഇതാണ് ഇന്ന് സംഭവിക്കുക. ഒരു എക്സൈസുകാരൻ പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചത് ഒത്തിരി പേര് കേട്ട് കാണും. ഒരു പയ്യനെ പോലീസ് പിടിച്ചു. അവനെ വയലൻ്റ് ആയപ്പം പിടിച്ചതാണ്. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഈ അവരുടെ ജയിലിൻ്റെ അകത്ത് ഇട്ടു, ഗ്രില്ലടച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശാന്തനായി കിടന്ന് അവൻ ചാടി എഴുന്നേറ്റ് വന്ന് ഈ ഗ്രില്ലെ പിടിച്ച് കുലുക്കുകയാണ്. അവൻ വയലൻ്റ് ആകുന്നു. എന്നിട്ട് അവൻ നാക്കെല്ലാം നീട്ടി വല്ലാതെ ഒരു നായെപ്പോലെ കുരയ്ക്കുന്നു, അലയ്ക്കുന്നു. ഒടുവിൽ അവൻ നെറ്റിയിട്ട് ആ ഗ്രില്ലെ ഇടിച്ചു. ഇവർക്കും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവൻ തെറിച്ച് പോയി വീണു. അവരവനെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് വിഡ്രോവല കിട്ടേണ്ട സമയമായി, കിട്ടാഞ്ഞതാ. അവരവനെ കെട്ടിയിട്ടു. പിന്നെ ആൻറ്റി വിഡ്രോവൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലറിയിച്ചപ്പോൾ അമ്മ വരികയാണ്. ഉമ്മ ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ അവൻ പോലീസുകാരൻ്റെ വാക്കുകളാണ് പറഞ്ഞു, സാറേ ഉമ്മയാണ് വരുന്നത്, എന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഉമ്മ കാണല്ലേ, ഉമ്മയ്ക്കത് സഹിക്കില്ല. ചേട്ടനും പോയി, ഞാനിവിടെ പോയാ. ഉമ്മ വന്നപ്പോൾ അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉമ്മ ചേട്ടൻ പോയി, ഞാനും പോവുക. അവരോർത്ത് ആരായി ചേട്ടൻ? അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ, കുറച്ചാൾക്ക് മുമ്പ് അവിടെ ഒരു തോടിൻ്റെ കരയ്ക്ക് ഒരു ബോഡി കിടന്നു. ദേഹം മുഴുവൻ കുത്തിയിട്ട് ഏറ്റവും ഒടുവിൽ എങ്ങും കുത്തിയിട്ട് വേക്കാതെ വന്നപ്പോൾ സ്വന്തം ജനനേന്ദ്രിയത്തിലോട്ട് മയക്കുമരുന്ന് കുത്തിക്കയറ്റി മരിച്ചുപോയ ചെറുപ്പക്കാരൻ ഇവൻ്റെ ചേട്ടനാണ്. ഈ ലഹരി നിന്നെ നശിപ്പിക്കും. പക്ഷേ യേശു നിങ്ങൾക്കൊരു ലഹരിയായാൽ അതിവിടെ മാത്രമല്ല, നിത്യജീവെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കും. ഞാൻ പറയും, യേശു ഒരു ലഹരിയാകണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങൾ യേശു കർത്താവുമായിട്ടൊരു പ്രണയത്തിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒന്ന് രാത്രി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, തുടർന്ന് കാണാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കരം ഉയർത്തിക്കുക. യേശുമായിട്ട് കുറച്ചുകൂടെ ഭയങ്കര തീവ്രമായൊരു ബന്ധം. ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് ആ ഒരു ബന്ധമല്ല മക്കളെ, യേശുവിനോട് ഇങ്ങനെ സംസാരിക്കണം. ഇറ്റ്സ് വെരി 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 ഇൻട്രസ്റ്റിംഗ്. ജീവിതത്തിൻ്റെ ആ അവസ്ഥയൊക്കെ അങ്ങ് മാറും. യേശു കർത്താവുണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. നിങ്ങൾ രാവിലെ ഒന്ന് യേശു കർത്താവുണ്ട്, നമ്മുടെ ഈ ചടങ്ങൊന്നുമല്ല, അല്ലാതൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞേ. യേശുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നേ. എന്തൊരു രസമുള്ള ജീവിതം എന്ന് പറയാം. ആദ്യം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. 2, ആദ്യം ദൈവം സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചെന്ന് യോഹന്നാൻ 1 പറയുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. ഉളവായതെല്ലാം വചനം മുഖാന്തരം ഉളവായി. ആ വചനം ജഡാവതാരം എടുത്തു. അപ്പോൾ രണ്ടാമത് വചനം, ആദിയിൽ വചനം ഉണ്ടാകണം. വചനമാണ് മാംസം ധരിച്ചത്, യേശുവായത്, യേശു ജഡാവതാരം എടുത്തത്. അങ്ങനെയെങ്കിൽ ഈ വചനം പറയണം. വചനം പറയണമെങ്കിൽ വചനം വായിക്കണം. വചനം വായിച്ചാൽ വചനം സൃഷ്ടി നടത്തും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റി ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലാണ്, അമേരിക്കയിലാണ്. കാണാൻ വന്ന ഒരു കൂട്ടുകാരി പറഞ്ഞു, ഏതായാലും ഒന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും അങ്ങ് പറ, അടിപ്പിണരാൽ സൗഖ്യം വന്നു ഇരിക്കുന്നു. ആ വചനം മാത്രം പറഞ്ഞു. അത്ഭുതമൊന്നും നടന്നില്ല. പക്ഷെ പെതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പെതുക്കെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാൻ തുടങ്ങി. പെതുക്കെ എഴുന്നേറ്റ് അടുക്കളയിൽ പോകാൻ തുടങ്ങി. എന്തിനേറെ ആ ചേച്ചി എഴുന്നേറ്റ് ഫ്ലൈറ്റിൽ കയറി ഇന്ത്യ വന്നു. ഞാൻ പ്രസംഗിച്ച പല വേദി സാക്ഷ്യം പറഞ്ഞു. ഒരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അതിലെന്ത് പറയണം? വചനം പറയണം. വചനം പറയണമെങ്കിൽ അകത്ത് വചനം വേണം. അകത്തെന്തോ വേണം? വചനം വേണം. വേണ്ടേ? അതാണ് നമ്മളെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് പലതും വചനമല്ല. വചനം പറയാത്ത നമ്മുടെ അതിരത്തിൽ എന്താണ്? വചനമാണ്. വചനമാണെങ്കിൽ അത് ശക്തിയായിട്ട് മാറും. വചനമാണ്. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത വചനം കേൾക്കണം. ആവശ്യമില്ലാത്ത പാട്ടുകൾ കേൾക്കരുത് മക്കളെ. ആവശ്യമില്ലാത്ത പാട്ട് കേട്ടാൽ ആവശ്യമില്ലാത്ത പാട്ട് വായിക്കൂടെ വരും. പാട്ടുകൾക്കൊക്കെ ഒരു ആത്മീയതയുണ്ടായിരുന്നു, ഇല്ലേ? സെക്കുലർ സിനിമാകാരങ്ങൾക്ക് ഒരു ആത്മീയതയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സമൂഹത്തെ തൊടാനുള്ള ശക്തി ഉണ്ടായിരുന്നു. വിപ്ലവഗാനങ്ങളൊക്കെ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒരു ശക്തി കൊടുത്തു. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതൊക്കെ ഒരു ശക്തി കൊടുത്തു. ഞാൻ പറയും പാട്ടുകൾക്ക് ഒരു നല്ല ആത്മീയതയൊക്കെ ഉണ്ടായിരുന്നു. കാനനച്ചായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. ചെറുക്കൻ പറഞ്ഞത് എന്താ?
ചെറുക്കൻ പറഞ്ഞ എന്താ? പാടില്ല പാടില്ല പാടേ നമ്മെ നമ്മൾ മറന്നൊന്നും ചെയ്തുകൂടാ. അടുത്തിടയ്ക്ക് അത് റീമിക്സ് ചെയ്ത് ഞാനും വരട്ടെ കാടിനുള്ളിൽ ആടുമേയ്ക്കാൻ. ചെറുക്കൻ പറഞ്ഞത് പോരു പുന്നാരേ. മറ്റേ ചെറുക്കൻ പറഞ്ഞ എന്താ? പാടില്ലെന്നാ. ഇവൻ പറഞ്ഞത് പോരു പുന്നാരേ പോയേക്കാമെന്നാ പറഞ്ഞേ. പാട്ടിൻ്റെ വ്യത്യാസം കണ്ടോ? പാട്ടിൻ്റെ വ്യത്യാസം അത്. അപ്പോൾ പാട്ട് വ്യത്യാസപ്പെടുക. അതുകൊണ്ടാണ് വചനം കേൾക്കണമെങ്കിൽ വചനം വായിക്കണം. ഈ വചനം ഇങ്ങനെ വായിച്ചാൽ നിൻ്റെ അകത്തോട്ട് വചനം കയറും. ഞാൻ പറയും, IELTS പാസ്സാകാൻ ഏറ്റവും നല്ല വഴി ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും വെച്ച് വായിച്ചാൽ മതി. ദ്വിഭാഷ ബൈബിൾ വെച്ച് വായിച്ചോ, യുവർ ഗ്രാമർ വിൽ ബി യുവർ ഗ്രാമാറ്റിക്കൽ ഫ്ലുവൻസി വിൽ ബി എൻഹാൻസ്ഡ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ല വഴി ദൈവവചനം വായിക്കുക. വേറെ ഒന്നും വായിക്കേണ്ട. ബൈബിളും മലയാളവും ഇംഗ്ലീഷും കൂടെ ദ്വിഭാഷ ബൈബിളുണ്ട്, മേടിച്ച് വായിച്ച് നോക്കിയോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബുദ്ധി വികസിക്കാൻ തുടങ്ങും. വചനം പറഞ്ഞു നടന്നു. ബുദ്ധി വികസിക്കും മക്കളെ, ബുദ്ധി വികസിക്കും. കൂട്ടുകാരി പരമായി ഓനന്ത തൈലം കൊണ്ട് നിറയ്ക്കപ്പെടും. നിങ്ങൾ പിൻപരല്ല മുൻപരാകും. അതിനെന്തോ വായിക്കണം? ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനം വായിക്കാൻ ഇഷ്ടമുള്ളവർ 2025 യേശുവിനോടൊപ്പം നടക്കണമെങ്കിൽ യേശുവിൻ്റെ വചനത്തോടൊപ്പം നടക്കണം. വചനമാണ് നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. കർത്താവെ, അങ്ങ് വരാൻ താമസിച്ചാൽ ഈ 2025 3 ദിവസമായി കഴിഞ്ഞുള്ളൂ, കുറച്ചുകൂടെ ദൈവവചനം വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ബൈബിളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ. ഈ വചനം ഇങ്ങനെ വായിക്കണം. യോഗത്തിനൊക്കെ വരുമ്പോൾ ബൈബിളുമായിട്ട് വരണം. ബൈബിളിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. പഴയ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ഇന്നാണ് ഫോട്ടോ ഇത്തിരി കോമൺ ആയത്. എല്ലാം സെൽഫിയും ഫോട്ടോയല്ലേ. ഒരു 20 വർഷം മുമ്പ് വീട്ടിലൊരു ക്യാമറാമാനെ വിളിക്കുക, ഫോട്ടോഗ്രാഫറെ. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ എന്തോ എടുക്കാനാ? ഫോട്ടോ എടുക്കുക. അപ്പച്ച നാളെ ഫോട്ടോക്കാർ വരുന്നുണ്ട്. അപ്പച്ചൻ പറയും, ഞാനിപ്പം ചാകുന്നില്ലല്ലോ, എന്നെ ആർക്കാണ് ഇപ്പോൾ സോക്കേട്? ഞാനിപ്പം ചാകുന്നില്ല. കാരണം ഫോട്ടോ സമം മരിക്കാൻ നേരത്ത് ഫോട്ടോ എടുത്ത് വെക്കുക. എന്നാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ വരും. എന്തോ പിടിച്ചോണ്ടാ? ബൈബിള് പിടിച്ചോണ്ടാ. എന്നൊരു രസം കാണാൻ. ബൈബിളിങ്ങനെ പിടിച്ചോണ്ട് ഓരോ ഭിത്തിയെ ഇരിപ്പുണ്ട് ഓരോരുത്തർ. അവർ പറയും, വിറയ്ക്കുന്ന കരങ്ങളെ കൊണ്ട് ഇത് പിടിച്ചപ്പോൾ, മണ്ണിനോടും മലമ്പാമ്പിനോടും ഒക്കെ അധ്വാനിച്ചപ്പോൾ ആകെ ധൈര്യം കൊടുത്തത് ഈ വചന. വായിക്കാൻ കണ്ണാടിയില്ലായിരുന്നു, നൂലുകൊണ്ടൊക്കെ കെട്ടിവെച്ച് എന്നിട്ടും സന്ധിക്കിരുന്നവർ മണ്ണെണ്ണ വിളക്കി വായിച്ച വചനമാണ് അവരെ ബലപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഈ ബൈബിള് കുറച്ചുകൂടെ വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആദി വചനം, ആദി ദൈവം, 2 ആദിയിൽ വചനം. ആദിയിൽ വചനം. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ താമസിച്ചപ്പോൾ സഞ്ചിക്കാതിരുന്ന ബൈബിളും പുസ്തകമൊക്കെ എടുത്ത് കൂട്ടത്തിൽ എന്നും കൂടപ്പുറപ്പായിരുന്ന പായും നിവർത്തിയിട്ട് ട്രെയിൻ വരാൻ 1 മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞപ്പോൾ വചനം വായിച്ച മനുഷ്യരെയൊക്കെ കാണുമ്പോൾ, ഞാൻ എത്രയോ സ്ഥലത്ത് എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഗേറ്റിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ തുറന്ന് വായിക്കുന്ന പല രാജ്യക്കാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്താ മലയാളിക്ക് പറ്റിയത്? കുറച്ചുകൂടി ദൈവവചനം വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നോട് തന്നെ പറയുക, ഈ 2025 എനിക്ക് കുറച്ചുകൂടെ ബൈബിൾ വായിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ പുസ്തകം ഒന്നുകൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നോട് പറയാൻ കാര്യമുണ്ട്. ഞാനൊരു ദിവസം ബൈബിളുമായിട്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ എന്നോട് വന്ന് ചോദിച്ചു, കുഞ്ഞുമോൻ, പപ്പ ഇന്ന് പ്രസംഗം ഉണ്ടോ എന്ന്. കാരണം അവനറിയാം പ്രസംഗം ഉള്ളപ്പോഴേ എന്തോ വായിക്കത്തുള്ളൂ ഉപദേശി. എന്തോ വായിക്കത്തുള്ളൂ, ബൈബിൾ വായിക്കത്തുള്ളൂ എന്ന് മോനത്. സത്യമല്ലേ? ഇതൊക്കെ കള്ളാണോ? എല്ലാം പ്രസംഗിക്കുമ്പോൾ എന്തിനേറെ പറയുന്നു, സങ്കീർത്തന ഭാഷ്യം തുറന്നു വെച്ച് സങ്കീർത്തനം പ്രസംഗിച്ച ഉപദേശം എനിക്കറിയാം. ഇന്ന് ശുശ്രൂഷയില്ലെന്നുള്ളത് വേറെ സത്യം. കുറച്ചുകൂടെ ബൈബിളുമായിട്ടിരിക്കാൻ എനിക്കിഷ്ടമുണ്ടോ? 2025 തമ്പുരാനെ, യേശുവിൻ്റെ വചനത്തോടൊപ്പം ഇരിക്കണം. ഈ വചനം ഭയങ്കര ജീവനാണ്. എൻ്റെ ശക്തി എന്നറിയാം ഇതിനകത്ത് ഓരോ വാക്കും ഡൈനാമിറ്റാണ്. ഓരോ വാക്കും അത് നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും. അതിൽ നിന്ന് ലോകത്തെ ജയിപ്പിക്കും. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം അതിൽ നിന്ന് ജയിപ്പിക്കും. എന്നിട്ട് യേശു കർത്താവിനോടൊപ്പം നിത്യതയെ നടക്കാനൊക്കും. ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിൽ ഇരിക്കും. നോക്കൂ, വചനം വായിക്കണം. 3-ാമത്തേത്
ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ഭൂമി പാഴും ശൂന്യവുമായി. ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി. ആദ്യം സൃഷ്ടിച്ച ഭൂമി, ആ ഭൂമി പാഴും ശൂന്യമായി പോയപ്പോൾ ദൈവം അതിനെ വെള്ളം കൊണ്ട് മൂടിയിട്ടു. അതിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു? പരിവർത്തിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ റൂഹ അതിന്മേൽ പരിവർത്തിച്ചപ്പോൾ അതിന് രൂപവും ഭാവവും ഉണ്ടായി. കുഞ്ഞെ, ജീവിതത്തിനൊരു താളം ഉണ്ടാകണോ, ജീവിതത്തിനൊരു രൂപം ഉണ്ടാകണമോ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിരന്തരം പരിവർത്തിക്കണം. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കണം. പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ, പെന്തക്കോസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം കേരളക്കരയിൽ നല്ല ലോകമെമ്പാടും ഉണ്ടാകാൻ മെയിൻ കാരണം പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തവരാണ് എന്തെന്നറിയപ്പെട്ടത്? പെന്തക്കോസ് എന്നറിയപ്പെട്ടു. ഇത് നമ്മുടെ സത്യത്തിൽ ഏറെക്കുറെ ഒത്തിരി പേരും കളിയാക്കപ്പെട്ടത് അന്യഭാഷയുടെ പേരില്ല. പക്ഷേ ഇന്ന് സത്യത്തിൽ പെന്തക്കോസ്തുകാരെ അന്യഭാഷയുടെ പേരിൽ കളിയാക്കേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം കത്തോലിക്ക കരിസ്മാറ്റിക്കാരെന്തോ പറയുന്നുണ്ട്, അന്യഭാഷ പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാനൽ TV ഒക്കെ ഓണാക്കിയാൽ മതി, ഈ ധ്യാന ഗുരുക്കന്മാരൊക്കെ അവരുടെ ധ്യാനത്തിൽ എന്തോ പറയും? അന്യഭാഷ പറയും. മറ്റ് പല സമുദായസ്ഥരായ അവരുടെ ഇടയോഗങ്ങളിലും അവരുടെ ഉപവാസ പ്രാർത്ഥനകളിലും ധ്യാനയോഗങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുകയും ഭാഷാപരമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർ ഞായറാഴ്ച പള്ളി വരുമ്പം മാത്രം എന്ത് പറയത്തില്ല? അന്യഭാഷ പറയത്തില്ല. അവർ ബാക്കിയെല്ലാ ഇടയോഗത്തിനും ധ്യാനയോഗത്തിനും എല്ലാം അന്യഭാഷ പറയും. അപ്പം ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കി അവർക്കൊരു കുഴപ്പമുണ്ടായി. അവർ തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം. അവർ 6 ദിവസം പറയും, ഒരു ദിവസം പറയത്തില്ല. അവർ 6 ദിവസം ചിലപ്പോൾ ഒരു ദിവസം വേണേൽ റെസ്റ്റ് എടുക്കത്തില്ലേ. പരിശുദ്ധാത്മാവുമായിട്ട് നടക്കണം, പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് ഭയങ്കര രസമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ന്യൂ ഇന്ത്യ ദേവീസഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ ന്യൂ ഇന്ത്യ ദേവീസഭയിലെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന തമ്പിയപ്പച്ചൻ പറഞ്ഞ ഒരു സാക്ഷ്യം തൻ്റെ മോൻ എന്നോട് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരുന്നപ്പോൾ രസം പറഞ്ഞത്. അന്ന് ആ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഉദ്ദേശി അദ്ദേഹം റാന്നിയിലാണ്, കോട്ടയംകാരനാണ്. റാന്നിയിൽ അദ്ദേഹം ശുശ്രൂഷിക്കുക. അപ്പോൾ ഒരു ഞായറാഴ്ച വൈകുന്നേരം സന്ധ്യയായപ്പം തമ്പിയപ്പച്ചൻ കോട്ടയത്തു നിന്ന് എൻ്റെ കാറേ വരുമ്പം ഒത്തിരി വർഷം മുമ്പ്, എത്രയോ വർഷം മുമ്പ് താൻ വരുമ്പോൾ അന്നത്തെ കാലത്ത് MC റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരാൾ ഇങ്ങനെ പോന്നു. അപ്പോൾ അപ്പച്ചനൊരു സംശയം, നമ്മുടെ ഉപദേശിയല്ലേ? അപ്പച്ചൻ വണ്ടി തിരിച്ച് ചെന്നപ്പം കാണുന്നത് ഈ പുള്ളിക്കാരൻ തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലായി, പുള്ളിക്കാരൻ ഇതൊന്നും അറിയുന്നില്ല. ഒരു കാലം കടയുണ്ട്, കശത്തിലൊരു ബാഗുണ്ട്. പുള്ളിക്കാരൻ MC റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോവുക, തുള്ളി പോവുക. ഇതെന്തോ പറ്റി ഈ മനുഷ്യന്? ചെന്ന് നിർത്തി, എന്തോ ഉദ്ദേശിച്ച്, എന്തോ പറ്റി? എന്തോ പറ്റണ, ഒന്നും പറ്റിയില്ല, യോഗം കഴിഞ്ഞ് വരുമോ. എന്നിട്ട് ചങ്ങനാശ്ശേരി വരെ വണ്ടിക്കൂലി ഉള്ളായിരുന്നു. പിന്നെ കോട്ടയത്തിന് ചങ്ങനാശ്ശേരി നടക്കുക. എങ്ങനെ നടക്കുന്നത് എന്ന് തീരും എൻ്റെ കഷ്ടമൊന്നും പറഞ്ഞുകൊണ്ടല്ല. കാലംകുടം കറക്കി അന്യഭാഷയും പറഞ്ഞ് റോഡിൻ്റെ MC റോഡിൽ കൂടെ തുള്ളിച്ചാടി പോവുക. ഇങ്ങനെ തുള്ളിച്ചാടി പോകാൻ നോക്കുന്നതിൻ്റെ കൃപയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സന്തോഷം തരും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ആരോടൊപ്പം നടക്കണം? പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കണം, ദൈവത്തോടൊപ്പം. ആദ്യം ആർക്കാ? ദൈവത്തിന്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ആദ്യം ആർക്ക്? ദൈവത്തിന്. ആദ്യം ദൈവത്തിൻ്റെ വചനം, ആദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ ആയ ഒരു ഗുണമുണ്ട് കേട്ടോ. അടുത്ത വാക്യത്തിൽ കാണുകയാണ്, ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു, പക്ഷെ ദൈവം വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. വെള്ളം ഒരു സ്ഥലത്ത് കൂടി. വെള്ളത്തിൻ്റെ കൂട്ടത്തിന്, അതിൻ്റെ 9-ാം വാക്യം എന്തെന്ന് പേരിട്ടു? സമുദ്രം എന്ന് പേരിട്ടു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം. അല്ലേ? 9-ാം വാക്യം വായിച്ചേ. വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം. ഒന്നുകൂടെ പറഞ്ഞേ, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം എന്ന് പേരിട്ടു. 5-ാം വാക്യം, 9-ാം വാക്യം, ശരി. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്ത് പേരിട്ടു? സമുദ്രം. ഭൂമി, ഉണങ്ങിയ നിലത്തിന് എന്തെന്ന് പേരിട്ടു? ഭൂമി. സമുദ്രം ഉണ്ടായി. നമുക്കറിയാം സമുദ്രം എന്നും ഒരു നിഗൂഢതയാണ്. മനുഷ്യർക്ക് ഇന്നും ബീച്ചുകളിലൊക്കെ പോയിരിക്കാൻ ഇഷ്ടമാണ്. എന്നാലും സമുദ്രത്തിൻ്റെ ഈ ഇടയ്ക്കൊരു സുനാമി അടിച്ചു, ഇടയ്ക്കൊരു ഓക്കി വന്നു, ഇടയ്ക്കൊരു ഗോന് വന്നു. എന്നാൽ പോലും ഈ സമുദ്രത്തിൻ്റെ മക്കളൊന്നും അങ്ങനെയൊന്നും മാറിപ്പോത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖ പ്രശ്നമൊക്കെ കണ്ടത്. അവർ പോത്തില്ല. അവർ ഈ മണ്ണിൻ്റെ മണമേറ്റ് വളർന്നവരാ, കടലിൻ്റെ കാറ്റേറ്റ് വളർന്നവരാ. എന്നിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ സമുദ്രത്തിൻ്റെ അടുത്ത് ഇന്നും മനുഷ്യൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ചിന്തയാണ്, സമുദ്രം അങ്ങനൊന്നും ചതിക്കത്തില്ല. കാരണം ദൈവം സമുദ്രത്തിന് എന്തിട്ടിട്ടുണ്ട്? അതിലിട്ടിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 38 ഈ ആദി ദൈവം ആയാൽ എന്താ ഗുണം? ഇയ്യോബിൻ്റെ പുസ്തകം 38 അധ്യായത്തിൽ പറയുന്നു,
ദൈവത്തോട് ഇയ്യോബ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ദൈവം ഇയ്യോബിനോട് കുറച്ച് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം. എൻ്റെ മക്കളെല്ലാം പെട്ടെന്നൊന്ന് വായിച്ചേ. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ദൈവം ചോദിക്കുകയാണ്. ഗർഭത്തിൽ നിന്ന പോലെ 8-ാം വാക്യം 38:8 സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകൾ അടച്ചവൻ ആര്? 10-ാം വാക്യം ഞാൻ അതിൽ അതിര് നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനപ്പുറം ഈ ആദ്യ ദൈവമായാൽ ഒരു കാര്യം, നീ മക്കളെ ദൈവത്തോടൊപ്പം നടന്നാൽ എൻ്റെ പൊന്നു മക്കളെ ദൈവം നിനക്ക് അതിര് വെക്കും. അതാണ് ആ സമുദ്രചിന്ത. സമുദ്രത്തോട് ദൈവം പറഞ്ഞു, നീ എത്ര ആന്നേരം ഇവിടം വരെ വരാം, ഇതിനപ്പുറം എന്ത് ചെയ്യരുത്, കടക്കരുത്. ഇന്ന് രാത്രി ഓർത്തോണേ, 24 എന്തെല്ലാം ഉണ്ടായിട്ടും ഞാൻ എന്തുമാത്രം യാത്ര ചെയ്തെന്നറിയാമോ? കോവിഡിൻ്റെ സമയത്ത് എൻ്റെ വണ്ടി 4 സെറ്റ് ടയർ മാറി 11 ലക്ഷം രൂപയുടെ ഡീസൽ അടിച്ചു എന്നാണ് കണക്കുകാർ പറഞ്ഞത്. കർത്താവിന് വേണ്ടി ഓടിയതാ 11 ലക്ഷം രൂപ. എത്ര വട്ടം വണ്ടിക്കീഴെ ചെന്ന് ചാടിയെന്നറിയാമോ? വണ്ടി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ആ സൈഡിൽ ഇരുന്നുകൊണ്ട് വണ്ടിയെന്ന് ഒഴിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വണ്ടി കയറി വന്നപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു. തടിലോറിയൊക്കെ കയറി വന്നപ്പോൾ ഇങ്ങനെ തിരിഞ്ഞതാണ് എൻ്റെ സ്വയരക്ഷ. അങ്ങനെ തിരിഞ്ഞാൽ രക്ഷപ്പെടുവോ? ഇല്ല. എന്നിട്ട് എങ്ങനെ രക്ഷിച്ചേ? ദൈവം അതിലിട്ട് കാക്കുക. ഈ ദൈവത്തോടൊപ്പം നടന്ന ദൈവം അതിലിട്ട് കാക്കും. എളിവനായി ഞാനൊരു വട്ടം ഒരു നാനോ കാറയിലെ, നാനോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊച്ചതെന്നാ, ചെറുതെന്നാ. നാനോ കാറയിൽ കോട്ടയം പോവുക, പെട്ടെന്ന് പോകണം, ഒരു അത്യാവശ്യം രാത്രിയില്ല, എനിക്കൊരു മെഡിക്കൽ കോളേജിൽ ഒരാളെ കാണാൻ പോവുക. അപ്പോൾ ഞാൻ ഈ വണ്ടി ചിലപ്പോൾ ഉറങ്ങിപ്പോകുമെന്നുള്ള പേടി കൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, യോ ഒറ്റയ്ക്ക് പോവല്ലേ, എന്തോ ചെയ്യും, പക്ഷെ പോയി ഒക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ മോനെ കയറ്റിയിട്ട് പറഞ്ഞു, മോനെ പപ്പ ഉറങ്ങരുത്, പപ്പ ഉറങ്ങുമ്പോൾ മത്താനം പറഞ്ഞുകൊണ്ട് പപ്പയുടെ കൂടെ ഇരിക്കണം. അവൻ കയറിയിരുന്നു. അവൻ 1 കിലോമീറ്റർ പറഞ്ഞപ്പോഴേ കൂർക്കം വലിച്ചു. പിള്ളേരങ്ങനെയല്ലേ, അവൻ കൂർക്കം വലിച്ചു. ഞാൻ പോവുക. എൻ്റെ പൊന്നെ കോട്ടയം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയാൻ വയ്യ, എങ്ങനെയോ ഞാൻ അറിയാതെ ബ്രേക്ക് ചെയ്യാണ്ട് ചവിട്ടി. എന്തോ പറ്റി. ഏതായാലും തൊട്ട് പുറകിൽ നാനോയുടെ ഇഞ്ചിൻ പുറകിലാണ്, ഈ നാനോ കാറിൻ്റെ തൊട്ട് പുറകിൽ ഫുൾ ലോഡുമായിട്ട് വന്ന ഒരു മഹേന്ദ്ര പിക്കപ്പ് വന്ന് ഒറ്റ ഇടി. വണ്ടി കുറേ മുമ്പോട്ട് പോയി. എനിക്ക് മനസ്സിലായി എല്ലാം പോയി. എൻ്റെ മോനുണ്ടെന്നു എന്നെ പറ്റി. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല, ബാ നോക്കാം. ഏതായാലും ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ വണ്ടി നാനോയെ പിക്കപ്പ്, ഫുൾ ലോഡ് പിക്കപ്പ് വന്ന് ഇടിച്ചാൽ എന്തോ പറ്റും? ഏത് മനുഷ്യർ അറിയത്തില്ല, ബോധം വന്നു. ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ മഹേന്ദ്രക്കാരൻ വന്നിക്ക് എന്നെ പണിയാൻ കാണിച്ച്, എന്തിനാ ചാകുട്ടിയെ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഇപ്പോൾ എന്തോ ചെയ്യാനാ? അവൻ പറയാം, നോക്ക് മഹേന്ദ്രയുടെ ബമ്പറെല്ലാം ഇടിച്ചകത്ത് കയറിയിരിക്കുക, എൻ്റെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിൻ്റെ മിടുക്കല്ല, ഞാൻ നിനക്ക് എന്തോ വെച്ചു, അതിര് വെച്ചു. അങ്ങനെ എന്തല്ല, ആ അരപ്പ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഓർത്ത് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്കും തോന്നിക്കാണാം. ചിലപ്പോൾ അത് അറ്റാക്കായിരിക്കാം. പക്ഷെ പോങ്ങാഞ്ഞത് തമ്പുരാൻ അതിര് വെച്ചതുകൊണ്ടാണ്. ആ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചില്ലേ? പക്ഷെ റിസൾട്ട് വന്നത് നമ്മൾ മറന്നുപോയി. സ്വത്രം പറഞ്ഞങ്ങ് വിട്ടു. അത് മിക്കവാറും മറ്റെന്തെങ്കിലും ആയിരിക്കാം. തമ്പുരാൻ പറഞ്ഞു, ഇവിടം വരെ വരാം, ഇതിനപ്പുറം കടക്കരുതെന്ന് പറഞ്ഞ് അതിര് വെച്ച് കാത്ത ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? അതിര് വെക്കും മക്കളെ, അതിര് വെക്കും. ദൈവത്തോടൊപ്പം നടന്നാൽ ദൈവം എന്ത് വെക്കും? അതിര് വെക്കും. അതിര് വെക്കുക മാത്രമല്ല ദൈവം ചെയ്യുക, അതിരുകളെ വിശാലമാക്കുന്ന ദൈവമുണ്ട്. അതിരുകളെ ദൈവം എന്താക്കും? വിശാലമാക്കും. എല്ലാവരും പറഞ്ഞേ, അതിരുകളെ ദൈവം എന്താക്കും? അത് എല്ലാ അതിരുകളും, ആത്മീയമായ അതിരുകളെ വിശാലമാക്കും, ഭൗതികമായ അതിരുകളെ വിശാലമാക്കും. എല്ലാ ആദരവോടും എല്ലാ വിനയത്തോടും പറയട്ടെ, 3 തലമുറയായി കർത്താവിൻ്റെ വേല ചെയ്യുക. 3 തലമുറ. അപ്പച്ചൻ അമ്മച്ചി മരിച്ചു. അപ്പായുടെ സമയത്തുള്ളത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. ഉണ്ടായിരുന്ന ഒരു തോട്ടം വിറ്റ് ഹോള് പണിതു. 1 സെൻറ്റ് സ്ഥലം സഭയ്ക്ക് വേണ്ടി അല്ലാതെ എഴുതി കൊടുത്ത് അല്ലാതെ മേടിച്ചിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടിയാണ്. അമ്മ മരിച്ചു. അമ്മയായിരുന്നു ഒരു ബാക്ക് ബോണായിരുന്നു. അമ്മയും മരിച്ചു. അപ്പം ഞാൻ 2001 തൊട്ട് സഭയുടെ കൂടെ നിൽക്കുക, ഉറങ്ങാതെ. എൻ്റെ പൊന്നി ചേച്ചി, ഞാൻ 1-ാം തീയതി തൊട്ട് ഉറങ്ങിയിട്ടില്ല. കഷ്ടം എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുന്നത്. ദൈവം പോലും പൊറുക്കില്ല. കാരണം നിങ്ങൾ ഉറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ നിന്നുറങ്ങും. അതുകൊണ്ട് ഉറങ്ങരുത്. ഞാൻ ഒന്നും പറഞ്ഞു തീർത്തോട്ട്, ഇപ്പം തീർക്കാം. അപ്പം ഞാനിങ്ങനെ കൂടെ നടക്കുക. ഒരു ദിവസം എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പയോട് ഒരാൾ വന്ന് പറഞ്ഞു, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. നല്ല സ്നേഹമുള്ള ഒരാളാണ്. അപ്പം തിരിച്ചു വന്നപ്പം മുഖം ഇങ്ങനെ വാടിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്നാപ്പ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാ പുള്ളി വിളിപ്പിച്ചേ? അത് നീ ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറയാൻ. അപ്പം ഞാൻ ചോദിച്ചു, ഞാനെന്തോ തെറ്റ് ചെയ്തേ? അത് നീ പ്രസംഗിക്കുമ്പോൾ തമാശയും കഥയൊക്കെ പറയും, അങ്ങനൊന്നും പറയരുത്, സീരിയസ് ആയിട്ട് പ്രസംഗിച്ചോണം. എനിക്കാണ് അത് അറിയത്തില്ല.
ഞാൻ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിൻ്റെ അമ്മയും ഞാനും കൂടെ കുടലിണങ്ങി ഉപസിച്ചുണ്ടായ സഭയാണ്, കുളമാക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുഖാന്തരം ഒന്നും ഉണ്ടാകില്ല. ഞായറാഴ്ച രാവിലെ എല്ലാവരെയും കയറ്റിയിരുത്തിയിട്ട് ഞാനങ്ങ് പോവും. എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ സഭയിൽ ചെന്ന് കയറി. അവരും ചോദിച്ചു, പ്രിൻസ് എന്നെ വന്നേ? ഞാൻ പറഞ്ഞു, പരിശുദ്ധ ആത്മാവിൻ്റെ നിയോഗം ഒന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ എങ്ങും കയറിയില്ല. തിരിച്ചു വരുമ്പം ഞാൻ എവിടെയെങ്കിലും കണ്ടെത്തും പരമ്പരമൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച എന്നെ ആരെങ്കിലും വിളിച്ചാൽ പോകാമായിരുന്നു. ഇന്ന് ഞാൻ അഹങ്കാരം പറയല്ലേ. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ചൊക്കെ ഏതാണ്ട് 1,00,000 പേരെങ്കിലുമൊക്കെ പൗർവിഷൻ ഒരു ഞായറാഴ്ച കാണുന്നുണ്ട്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞായറാഴ്ച എന്നെ ആരെങ്കിലും വിളിക്കണം. എനിക്കൊരു കർത്താവിനെ അറിയാം, ഈ ദൈവത്തോടൊപ്പം നടന്നുകൊണ്ടല്ലോ അതിര് വിശാലമാക്കും. ദൈവത്തോടൊപ്പം നടന്നാൽ ദൈവം അതിരുകളെ എന്താക്കും? വിശാലമാക്കും. ആത്മീയമായി, ഭൗതികമായി. ചെറിയൊരു കഥയല്ല, എൻ്റെ അനുഭവമാണ്. 10ാം ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. പക്ഷെ തോട്ടം എല്ലാം വിറ്റുപോയി. പിന്നെ തോട്ടം ഉണ്ടായിരുന്നു എന്നല്ല പറയാനൊക്കത്തുള്ളൂ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ഓനയുണ്ടായിരുന്നു. ഓന് എന്തോ ആനയായിരുന്നു, കേട്ടിട്ടില്ലേ? കുയ്യാന. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന. കേട്ടിട്ടുണ്ടോ കഥ? വായിക്കണം, മുഹമ്മദ് ബഷീറിൻ്റെ നല്ല രസമുള്ള കഥയാണ്. അപ്പം 10ാം ക്ലാസ് പാസ്സായപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പ കട വിട്ടു. കുറച്ച് പേരുള്ള ഒരു സഭ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചു, പട്ടിണിയൊന്നും കിടന്നിട്ടില്ല. എന്നാലും ഞാൻ 10 പാസ്സായപ്പം ഞാനത് മുണ്ടാ കൊടുക്കുന്നേ. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റിക്ക് നല്ല കാശൊക്കെ ഉണ്ട് ആൻറ്റി, എനിക്കൊരു പാൻറ്റ് ഷർട്ടൊക്കെ വേണം, കോളേജിൽ പോകാൻ. ആൻറ്റി എന്നോട് പറഞ്ഞു, എനിക്ക് നല്ല മാർക്കുമായിരുന്നു. ആൻറ്റി എന്നോട് പറഞ്ഞു, ഞാൻ ഓർത്ത് ആൻറ്റി വലിയ കാര്യത്തിൽ ഇത്രയും മാർക്കൊക്കെ കിട്ടിയോണ്ട് പാൻറ്റ് ഷർട്ട്. ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ചിന്തിക്കുന്ന പോലെ ഇവിടെ പൈസ ഉരുത്തുമൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. അന്ന് ഞാൻ ഒരു തീരുമാനിച്ചു, ഒറ്റ മനുഷ്യനോടൊരു കാര്യം ചോദിച്ചേക്കാം. പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല മക്കളെ, ഒരു കാര്യം ആരോടും ചോദിക്കില്ല, ദൈവത്തോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കുന്ന നൂലൊക്കെ ഇട്ട് തരുമെന്ന് തരും. പിന്നെ അതെല്ലാം മറന്നു. പിന്നെ ഞാൻ എവിടെയെല്ലാം പോയി, ഞാൻ കല്യാണം കഴിച്ചു, മക്കളായി, ശുശ്രൂഷയായി. പിന്നെ ഞാൻ ഒത്തിരി യാത്രയൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് ദുബായ് വന്നു. ദോഹയിൽ നിന്ന് ദുബായിൽ നിന്ന് കുവൈറ്റ്. അപ്പോൾ ദുബായ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒത്തിരി ഷർട്ടും പാൻറ്റും കൊണ്ടത്. എന്നിട്ട് പിന്നെ കുറേ ഷർട്ടുകളൊക്കെ എനിക്ക് കിട്ടി. അപ്പം ഞാനിത് ഇങ്ങനെ കൊണ്ടുപോകുന്ന വിഷമിച്ചിരിക്കുക. ഞാൻ അവിടെ നിന്ന് കുവൈറ്റിന് പോവാം, ലഗേജിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കസിനുണ്ട് മനോജുണ്ട്, പറഞ്ഞു, പ്രിൻസ് പേടിക്കേണ്ട, ഇത് മുഴുവൻ ഞാൻ കാർഗോയിലാക്കി ഞാൻ കാർഗോയി വഴി അയച്ചേക്കാം. അപ്പം കുവൈറ്റ് നാട്ടിൽ വരുമ്പോൾ ഈ സാധനം അവിടെ എത്തും. അപ്പോൾ തന്ന ആൾ പറഞ്ഞു, നിൻ്റെ കൂടെ ഒത്തിരി പേരില്ലടാ, ഇത് കൊണ്ടുപോകുമ്പോൾ കൂട്ടുകാരാ, ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, ഇരിക്കട്ടാ, സന്തോഷം. അപ്പോൾ ഇത് ഒരു കുറേ കാർട്ടൺ കൊണ്ടുവന്നിട്ട് 5-6 കാർട്ടനുണ്ട്, നിറച്ച് സാധനങ്ങളാണ്. ഈ ഷർട്ടും പാൻറ്റും ഇങ്ങനെ അടുക്കി വെക്കുക, എനിക്ക് കിട്ടിയതെല്ലാം കൂടെ അടുക്കി വെക്കുമ്പം കർത്താവ് എന്നോട് ചോദിച്ചു, ഇത് അപൂർവമായിട്ടൊക്കെ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ചോദിച്ചു, നിനക്ക് ഓർമ്മയില്ലേ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഒരു ഷർട്ടും പാൻറ്റും ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് ഉലുത്തുവല്ലെന്ന്. തമ്പുരാൻ ഉലുത്തിയിട്ടപ്പം കൊണ്ടുപോകാൻ പോലും വയ്യ. എനിക്കൊരു കർത്താവിനെ അറിയാം, ഈ ദൈവത്തോടൊപ്പം നടന്നാൽ അതിരിട്ട് കാക്കും, അതിരുകളെ വിശാലാക്കും. സമുദ്രത്തിന് മാത്രമല്ല നമുക്കും അതിര് വെക്കും. സമുദ്രത്തിൻ്റെ അതിരുകളിടുന്ന ദൈവം. കൂട്ടുകാരി പരമായി എബ്ബേസ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അമ്മയ്ക്ക് വ്യസനമുത്തന്ന്. ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങൻ്റെ അതിരുകളെ വിശാലമാക്കണം, അനർത്ഥങ്ങൾ വ്യസനേതുവാകാതെ കരുതിട്ടുന്ന് കാത്തോണം. ഇന്ന് രാത്രി ദൈവത്തോടൊപ്പം നടന്ന കുഞ്ഞെ നിന്നെ ദൈവം കൂട്ടുകാരി പരമായി നടത്തും. ഈ നല്ല പ്രായത്തിൽ യേശുവിനോടൊപ്പം നടന്ന നാളെ നീ എന്താകുമെന്ന് ആർക്കും പ്രവചിക്കാനൊക്കത്തില്ല. നിങ്ങൾ എന്താകുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡല്ല, യേശുവിനോടുള്ള ബന്ധമാണ്. യേശുവിനോടുള്ള ബന്ധമാണ് നാളെ എന്താകും തീരുമാനിക്കുന്നത്. കർത്താവിനോടൊപ്പം നടക്കാൻ 2025 ആഗ്രഹമുണ്ട്. കണ്ണടച്ച് എനിക്ക് യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കണം. യേശു കർത്താവ് എൻ്റെ ഒരു ലഹരിയാകണം. കൂടുതൽ വചനം വായിക്കണം. കർത്താവും ഞാനുമായിട്ടൊരു പ്രേമത്തിനിങ്ങനെ നടക്കണം. എൻ പ്രേമകാന്തനെ. ഒരു പുനഃസമർപ്പണമാണ് ഓരോ യോഗവും. വലിയ കാര്യമൊന്നും പറഞ്ഞൊന്നും എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞ എല്ലാം ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞേ. ഞാൻ കണ്ടത് എനിക്ക് യേശുവിനോടൊപ്പം കുറേ കൂടെ ചേർന്ന് കിടക്കണം. യേശുവുമായിട്ട് എൻ്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. യേശു കർത്താവ് എനിക്കൊരു ലഹരിയായി മാറണം.
ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തോടൊപ്പം നടക്കണം. ആ നടക്കാൻ പലപ്പോഴും വിഖ്യാതമാകുന്നത് രഹസ്യ പാപങ്ങളാണ്. അത് കൂട്ടുകെട്ടാണെങ്കിൽ വിട്ടുകളാ. അത് ഒരു പക്ഷേ ചെറിയൊരു പ്രേമക്കുരുക്കാണെങ്കിൽ അതങ്ങ് കളഞ്ഞേര്. അതെല്ലാം ഈ ബന്ധത്തെ തകർക്കും. ഈ ബന്ധത്തെ തകർക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, വിട്ടുകളഞ്ഞേര്. വിട്ടുകള. അന്ത്യശാസനം. ഈ ബന്ധത്തെ തകർക്കുന്ന ഏതെങ്കിലും മറ്റുണ്ടെങ്കിൽ അത് രഹസ്യ പാപമാകട്ടെ, രഹസ്യമായിട്ട് കൂള് വെക്കുന്ന ആട്ട്, ചമ്പ് വെക്കുന്ന ആട്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ഇടാകൂടങ്ങളാകട്ടെ, ഏതെങ്കിലുമൊക്കെ സ്വകാര്യമായി ആരുമറിയാത്ത പ്രണയങ്ങളാകട്ടെ, എന്തോ ആട്ടെ മക്കളെ, ഈ ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാം വിട്ടേ. എന്നിട്ടൊരു ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാകട്ടെ, റിപ്പയർ. ഓരോ യോഗവും, ക്രിസ്തീയ ജീവിതം ഒരു ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ, വിത്ത് വേർഡ്, വിത്ത് ഹോളി സ്പിരിറ്റ്. കണ്ണെല്ലാം അടച്ചേ. പ്രായവ്യത്യാസം എന്നെ വെറുതെ എഴുന്നേക്കരുതേ. ആരും എഴുന്നേക്കുന്നതുകൊണ്ട് എഴുന്നേക്കരുതേ. യേശുവിനോട് കൂടെ കുറച്ചുകൂടെ നടക്കാൻ എനിക്ക് ആഗ്രഹം. കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു പ്രണയത്തിൽ കുറച്ചുകൂടെ സ്നേഹിച്ച് ആഗ്രഹിക്കുന്നവരൊക്കെ സ്വർഗം കാണട്ടെ, മനുഷ്യർ കാണട്ടെ. ഉള്ളീൻ്റെ ഉള്ളിൽ നിന്ന് 100% ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിലൊന്ന് എഴുന്നേറ്റ് നിന്നേ. കുറച്ചുകൂടെ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കാൻ. നിങ്ങൾ ലൈവിൽ കേൾക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എഴുന്നേറ്റ് നിൽക്കുക. യേശുവിനോടൊപ്പം കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ അതിലിടും മക്കളെ. അതിൽ വിശാലമാകാൻ വേണ്ടി ഒന്നുമല്ല, അതൊക്കെ വിശാലമായിക്കോളും. യേശുവിനോടൊപ്പം ഈ കൺവെൻഷൻ്റെ പ്രാരംഭരാത്രയാണ്. എനിക്ക് പിന്നാലെ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരൊക്കെ വലിയ ആഴവും പരപ്പും ഉള്ളവരാണ്. പക്ഷേ ഇവൻ ഈ പ്രാരംഭരാത്രി പറയുന്നു, യേശുവിനോടൊപ്പം, വചനത്തോടൊപ്പം, പരിശുദ്ധാത്മാവിനോടൊപ്പം ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, പുസ്തകങ്ങൾ വേണേ ആ കസേരയിലൊക്കെ ഒന്ന് വെച്ച് സൂക്ഷിച്ച്, വചനത്തെ കുറച്ചുകൂടെ പ്രണയിച്ച് യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കണം. ഉള്ളിൽ പ്രാർത്ഥിച്ച് പിരിയാൻ കഴിയാത്തൊരു പ്രേമം. യേശുവുമായിട്ടൊരു പ്രണയമായ മരണം കൊണ്ടത് പിരിയത്തില്ല. ബാക്കിയല്ല ഈ മരണം കൊണ്ടൊക്കെ പിരിയും കേട്ടോ. സകല ബന്ധവും മരണം കൊണ്ട് പിരിയും. പക്ഷേ യേശുവുമായിട്ടുള്ള ബന്ധം മരണം കൊണ്ടും പിരിയത്തില്ല. മരണത്താൽ മറയാത്തൊരു ബന്ധം അത്. നിങ്ങൾ എത്ര സീരിയസ് ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എത്ര ലളിതമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞത് മുഴുവൻ ഹൃദയത്തിൽ നിന്ന്. യേശുവേ, 2025 കുറച്ചുകൂടെ ദൈവത്തോട് ചേർന്ന്, കുറച്ചുകൂടെ വചനത്തോട് ചേർന്ന്, കുറച്ചുകൂടെ പരിശുദ്ധാത്മാവിനോടൊപ്പം. യേശു കർത്താവ് എനിക്കൊരു ആവേശമാകട്ടെ. എൻ്റെ ബെസ്റ്റെല്ലാം യേശുവിന്. എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് യേശു ആകട്ടെ. ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കാല. ബെസ്റ്റി അതൊക്കെ ഒരു പലതൊരു ട്രെൻഡാണ് കേട്ടോ. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാത്ത സൗഹൃദങ്ങളും ബെസ്റ്റികളും ഒക്കെ നാടാ. പക്ഷേ യേശു നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ അവൻ നിന്നെ ചതിക്കില്ല.
നിങ്ങളെ യേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹു ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു ചോദ്യം വന്നാൽ ധൈര്യത്തോടെ എഴുതാൻ അറിയോ? ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലാവ എന്നോടു ചൊല്ലി, സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലാവ എന്നോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവൻ എന്നോടു ചൊല്ലി, സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവൻ എന്നോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. ഭക്തയായ ഒരു അമ്മച്ചി കുറച്ചാൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അമ്മച്ചിയുടെ അടക്കത്തിൻ്റെ തലേദിവസം രാത്രിയിൽ എളിവരും മറ്റു കുറച്ച് പേരും കൂടെ അവിടെ ചെന്നു പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അടക്കമാണ്. അവർക്കും കിടക്കണം. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ഞാനൊരു പാട്ട് പാടി, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്, പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ. ഇത് ഞാൻ പാടിയപ്പം പെട്ടെന്ന് മക്കൾ പറഞ്ഞു, ഒന്ന് നിർത്താൻ ഒരു കാര്യം കാണിക്കാം. അവരോടി എടുത്തുകൊണ്ട് വന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അമ്മച്ചിക്ക് 190 വയസ്സായി. അവർ മക്കൾ വന്നിട്ട് അവസാനത്തെ ഒരു വീഡിയോ എടുക്കാൻ നിർത്തി ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഒരു പാട്ടായിരുന്നു, പിരിയാത്ത സ്നേഹിത. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്, പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമാണ്. ആ പ്രേമം ആഗ്രഹിക്കുന്നവർ, ആ പ്രേമകാന്തനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ ഓർത്തും വല്ലപ്പോഴും ഇന്നെങ്കിലും പ്രാർത്ഥിക്കണേ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, പല്ല് തേക്കുമ്പോഴെങ്കിലും ഈ മുണ്ടെടുത്ത് ഉപദേശിയെ ഒന്ന് ഓർത്തേക്കണേ. ഒറ്റ ആഗ്രഹം. വചനമൊക്കെ വലുതായിട്ട് പറഞ്ഞിട്ട് നാളെ ഒരു പേരുദോഷം വന്ന് ദൈവനാമം ദൂഷിക്കാനിടയാകരുത്. പിതാവേ, ഈ മക്കളെ അനുഗ്രഹിക്കണേ. യേശുവിനോടൊപ്പം നടക്കണം, ഇടയാക്കണമേ. യേശുവിൻ്റെ നാമം തന്നെ ആമേൻ. ചേർന്ന് പാടാം. കരങ്ങളെ ദൈവസന്ധിയിൽ ഉയർത്താമെങ്കിൽ ഉയർത്തി, അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെച്ച്, പക്ഷേ ഹൃദയത്തിൽ നിന്ന് പാടണം, ആഗ്രഹത്തോടെ പാടണം. ഉലകിലരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എന്തിനും കാലി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു ഭൂമിവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു ഭൂമിവയെല്ലാം മഞ്ഞു പോലെ. പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമോ. ഈ ഭൂവിൽ മാത്രമോ
നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമോ? നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നല്ല തിരഞ്ഞെടുത്തോരൻ ശുദ്ധരോടൊത്തു വസിപ്പതീന. ഇഷ്ടരിൽ നിന്നല്ല തിരഞ്ഞെടുത്തോരൻ ശുദ്ധരോടൊത്തു വസിപ്പതീന. ഉലകിലന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമാണ്. പിരിയാത്ത സ്നേഹിതൻ, ആ സ്നേഹിതനോടൊപ്പം ഈ ശിഷ്ടായുസ് 2025 നടക്കാം. എളിയദാസനെയും ഇന്നെങ്കിലും ഒന്നോർത്ത് പ്രാർത്ഥിക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ടിങ്ങനെ ഉതറിപ്പോകാതെ പിരിയാത്ത സ്നേഹിതനോടൊപ്പം നടക്കാൻ.